ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കർണൻ സൂര്യപുത്രൻ എഴുതുന്ന ഹൃദയഹാരിയായ മനോഹരമായ കഥ സ്നേഹക്കൂട്. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നോനിയേരി. മഴ സംഹാര രൂപം പൂണ്ട ആടിത്തിമിർക്കുന്ന രാത്രി. വീടിൻ്റെ പൂമുഖത്ത് മുറ്റത്തേക്ക് നോക്കിയിരിക്കുകയാണ് ശ്രീഹരി. 2 തവണ മിന്നിയ ശേഷം കറന്റ് പോയി. ശക്തമായ കാറ്റിൽ തൊടിയിലെ പ്ലാവിൻ്റെ ഒരു ശിഖരം ഒടിഞ്ഞ് ഭൂമിയിൽ പതിക്കുന്നതും അവൻ കാണുന്നുണ്ടായിരുന്നു. റോഡിൽ നിന്നൊരു വാഹനത്തിൻ്റെ വെളിച്ചം മുറ്റത്തേക്ക് കയറി വന്നു. വെള്ള നിറമുള്ള സ്കൂട്ടി കണ്ടതോടെ അവൻ ആളെ മനസ്സിലായി. അവൾ സ്കൂട്ടി സ്റ്റാൻഡിലേക്ക് വെച്ച് ഉമ്മറത്തേക്ക് ഓടിക്കയറി. നീ എന്തടി ഈ നേരത്ത്? ശ്രീഹരി അത്ഭുതത്തോടെ ചോദിച്ചു. നിത്യം മറുപടി പറയാതെ ഹെൽമെറ്റ് ഊരി അരബിത്തിൽ വെച്ചു. പിന്നെ റെയിൻകോട്ട് അഴിച്ചൊന്ന് കുടഞ്ഞു. അവൾ ധരിച്ചിരുന്ന ചുരിദാർ ഭാഗികമായി നനഞ്ഞിട്ടുണ്ട്. ആ റേഷൻ കടയുടെ അടുത്തെത്തിയപ്പോഴാണ് മഴ തുടങ്ങിയത്. കോട്ടിടുമ്പോഴേക്കും മൊത്തം നനഞ്ഞു. അവൾ ശ്രീഹരിയുടെ ചുമൽ കിടന്ന് തോർത്ത് വലിച്ചെടുത്ത് തലയും മുഖവും തുടച്ചു. നിന്നോട് ചോദിച്ചു കേട്ടില്ലേ, എന്താ ഈ നേരത്ത് ഇവിടെ കയറി പൊരുതി തുടങ്ങാൻ? എന്തേ? അവൾ ചെയർ നീക്കിയിട്ട് അവൻ്റെ അരികിലിരുന്നു. ഏകദേശം 20 മിനിറ്റോളം രണ്ടുപേരൊന്നും മിണ്ടിയില്ല. അവൾ വിളിച്ചോ ശ്രീ? ഇല്ല. അതവൾ വിളിച്ചാലും ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. എന്തായാലും നാളെ വരുമല്ലോ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഇത് പറയാനാണോ നീ ഇപ്പോൾ വന്ന്? നീ ഇവിടെ ഓരോ ചിന്തിച്ചുകൂട്ടി വിഷമിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. മഴയുടെ ശക്തി കുറഞ്ഞു വരികയാണ് ശ്രീ. അവളിന്ന് കൊച്ചുകുട്ടിയല്ല, അത് ഓർമ്മ വേണം. പിന്നെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്രയും പറഞ്ഞ ശേഷം അവൾ പേഴ്സ് തുറന്ന് കുറച്ച് കറൻസി എടുത്ത് അവന് നീട്ടി. ഇതെന്തിനാടി? മഴ കാരണം ഈ ആഴ്ച നിനക്ക് പണിയുറവല്ലേ? വേണ്ട. ഗമ കാണിക്കല് ചേർക്കാം. അവൾ ആ നോട്ടുകൾ അവൻ്റെ ഉള്ളം കയ്യിൽ പിടിപ്പിച്ചു. നിനക്ക് ഞാൻ ഒരുപാട് തരാനുണ്ടടി. ആയിക്കോട്ടെ, ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ചോളാം. അവൾ വീണ്ടും റെയിൻകോട്ട് ധരിച്ച് ഹെൽമെറ്റ് വെച്ചു. കുറച്ചു നേരം കൂടി നിൻ്റെ അടുത്ത് ഇരിക്കണമെന്നുണ്ട്. പക്ഷെ എന്നെ കാണാനായിട്ട് വീട്ടിലെല്ലാവരും ടെൻഷൻ അടിക്കുന്നുണ്ടാവും. പോട്ടെടാ, നാളെ വൈകിട്ട് വരാം. അവൻ യാന്ത്രികമായി തലയാട്ടി. ഒന്ന് പുഞ്ചിരിച്ച ശേഷം നിത്യം മുറ്റത്തിറങ്ങി സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പുറകിലെ വെളിച്ചം ദൂരെ മറയുന്നു നോക്കി ശ്രീഹരി അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് മൊബൈൽ ശബ്ദിച്ചത്. അവനതെടുത്ത് കാതിൽ വെച്ച്. ഏട്ടാ? പ്രക്ഷുബ്ധമായ മനസ്സിനെ ഞൊടിയിടയിൽ ശാന്തമാക്കാൻ ആ ഒരൊറ്റ വിളി ധാരാളമായിരുന്നു. കുഞ്ഞു? സോറി ഏട്ടാ, വിളിക്കാൻ കുറച്ച് വൈകിപ്പോയി. ഫ്രണ്ടിന് വയ്യ, അവിടെ റൂമിലായിരുന്നു ഇത്രയും നേരം. അത് സാറില്ല കണ്ണ. മോള് വല്ലതും കഴിച്ചോ? ഉവല്ലോ. കള്ളം പറയല്ലേ? സത്യമായിട്ടും ഞങ്ങൾ വരുമ്പോ പൊറോട്ടയും കഴിച്ചിട്ടാ വന്നേ. ഏട്ടൻ കഴിച്ചോ? ആ. നിത്യേച്ചി വന്നോ? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. നാളെ എപ്പോഴാണ് നീ എത്തു കുഞ്ഞു? എന്റെ ഏട്ടാ കുറച്ച് മുമ്പ് ഇതന്നെയല്ലേ ചോദിച്ച്. ഉച്ചയ്ക്ക് 1:30 മണിയുടെ പുഷ്പകവാസന ഞാൻ കവലയിൽ ഇറങ്ങും. എനിക്ക് കാണാൻ കൊതിയായിട്ടാടി. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ. നിനക്കൊരു വിഷമമില്ലേ? എന്തിന്? ശ്രീഹരി ഒന്ന് മോളി. ഏട്ടാ? ആവും മിണ്ടില്ല. ഏട്ടോയ്. എന്താ? എന്നോട് പിണങ്ങിയോ? ഇല്ല. എന്നാ സ്നേഹത്തോടെ കുഞ്ഞുന്ന് വിളി. ഇത്രയും നേരം സ്നേഹത്തോടെയല്ലേ വിളിച്ച്? പറയുന്നത് കേട്ടാ മതി. മനസ്സില്ല. പോടാ, എന്നോട് മിണ്ടണ്ട. കുറച്ചു നേരം മൗനം. ഒടുവിൽ അവൻ തോൽവി സമ്മതിച്ച്. കുഞ്ഞു. ആഹാ, ഇതാദ്യം ചെയ്താ പോരെ. ഈടായിട്ട് അഹങ്കാരം കൂടുന്നുണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരണോ? ഏയ് വേണ്ട ഏട്ടാ, ഞാൻ എത്തിക്കോളാം. ആ ശരി. എന്നാ ഏട്ടാ ഉറങ്ങിക്കോ, അവിടെ നല്ല മഴയുണ്ടല്ലേ? ആ. എന്നാ ഗുഡ് നൈറ്റ് ഏട്ടാ, നാളെ കാണാം. ഞാൻ ഉറങ്ങട്ടെ, രാവിലെ എണീറ്റ് കുറച്ച് ജോലിയുണ്ട്. ഗുഡ് നൈറ്റ് കുഞ്ഞു. കോൾ ഡിസ്കണക്ട് ആയ ശേഷം ഒരു ദീർഘനിശ്വാസത്തോടെ ശ്രീഹരി കസേരയിലേക്ക് ചാരി. മാളവിക തൻ്റെ അനിയത്തി കുട്ടി. ഇന്ന് അവൾ തനിക്കൊരു കൊച്ചു കുഞ്ഞാണ്. ആ കുസൃതിയും കുട്ടികളിയൊന്നും മാറിയിട്ടില്ല. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതത്തിനിടയിലും സന്തോഷം കണ്ടെത്താൻ അവളുടെ സാമീപ്യം മാത്രം മതിയായിരുന്നു. പക്ഷേ ഇന്ന് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ വളരണ്ടായിരുന്നു. ആ പഴയ ബാല്യം തന്നെ മതിയായിരുന്നു. കൊയ്ത്ത് കഴിഞ്ഞ വയലിൽ പട്ടം പറത്തിയും തുമ്പിയെ പിടിച്ചും ഓടി നടന്ന കാലം. ഓർമ്മകൾ ആരംഭിക്കുന്നത് അവിടെയാണോ? ഏയ് അല്ല, അതിനുമപ്പുറം. ഇതുപോലൊരു കർക്കിടക മാസം, കോരി ചൊരിയുന്ന മഴയുള്ള രാത്രി. ഓർമ്മകൾക്ക് ബലം വെച്ച് തുടങ്ങിയത് അവിടെ മുതലാണ്. പഴയൊരു ട്രങ്ക് വീട്ടിൽ ഉൾക്കൊള്ളുന്ന സാധനങ്ങളുമായി പുലർച്ചെയുള്ള KSRTC ബസ്സും കാത്തിൽക്കുന്ന നീണ്ടുമെലിഞ്ഞ ഒരു കൊമ്പമീശക്കാരൻ ആനപ്പാപ്പാൻ മാധവൻ. കൂടെ അവരുടെ 10 വയസ്സുകാരൻ മകൻ ശ്രീഹരി. രാത്രി മുതൽ അവർ ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ട്. പെയ്ത മഴയിലും അതിനുശേഷമുണ്ടായ കാറ്റിലും പഴയൊരു ബെഡ്ഷീറ്റ് പുതച്ചിട്ടുണ്ടെങ്കിലും തണുത്തു വിറക്കുന്ന മകനെ കണ്ടപ്പോൾ അയാൾക്ക് സങ്കടം തോന്നി. ട്രങ്ക് പെട്ടി തുറന്ന് മുഷിഞ്ഞൊരു മുണ്ടെടുത്ത് അയാൾ അവനെ പുതപ്പിച്ചു. മോന് വിശക്കുന്നുണ്ടോ? ഇല്ലച്ചാ. അവൻ പറയുന്ന കള്ളമാണെന്ന് മാധവൻ അറിയാം. ചെറുപ്രായത്തിലെ തൻ്റെ വിശപ്പായാലും വേദനയായാലും ഉള്ളിലൊതുക്കാൻ അവൻ ശീലിച്ചിട്ടുണ്ട്. സാഹചര്യം അങ്ങനെ ആക്കിയതാണ്.
അമ്മ നഷ്ടപ്പെട്ട കുട്ടിയെയും കൊണ്ട് മാധവൻ തന്റെ തറവാട്ടിൽ വന്ന കാലം മുതൽ കഷ്ടകാലം തുടങ്ങിയായിരുന്നു. ഉത്സവപ്പറമ്പുകളിലും കൂപ്പിലും ആനയും കൊണ്ട് മാധവൻ പോയാൽ വീട് ശ്രീഹരിക്ക് നരകമാണ്. മാധവന്റെ അനിയൻ മനോഹരനും ഭാര്യ വിമലയും അവനെ കാരണമില്ലാതെ ഉപദ്രവിക്കും, പട്ടിണിക്കിടും. ചത്തുപോയി നിന്റെ തള്ള കൊണ്ടുവച്ച മുതലൊന്നും വിടില്ലടാ, വേണനാക്കിയിട്ട് പോ നോക്ക്. പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഏതാനും വറ്റിട്ട് അവന്റെ മുന്നിൽ വെച്ച ശേഷം വിമല അലറും. അതൊരു പതിവായതോടെ ശ്രീഹരി വിശപ്പിനെ മറന്നു തുടങ്ങി. ഇടയ്ക്ക് വീട്ടിലേക്ക് വരുന്ന മാധവൻ മകന്റെ ചെലവിനും മറ്റുമായി നൽകുന്ന പണം മനോഹരൻ തന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അവൻ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും മറന്നു തുടങ്ങി. കീറിയ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോയതിന് കളിയാക്കലുകൾ പതിവായപ്പോൾ നാണവും മറന്നു തുടങ്ങി. അങ്ങനെ ആരോടും പരാതിയും പരിഭവമില്ലാതെ, താനൊരു മനുഷ്യജീവിയാണെന്ന ചിന്ത പോലുമില്ലാതെ അവൻ അവിടെ കഴിയുകയായിരുന്നു. അച്ഛനോട് പരാതിയൊന്നും പറയാറില്ല. കാരണം അച്ഛൻ പോയാൽ അതിനും ചേർത്ത് ചെറിയമ്മയും ചെറിയച്ഛന് തരുമെന്ന് അവന് നന്നായിട്ട് അറിയാം. പക്ഷെ അപ്രതീക്ഷിതമായ ഒരു ദിവസം മാധവൻ വീട്ടിലെത്തിയപ്പോൾ മുറ്റത്തെ ചാമ്പുമരത്തിൽ ശ്രീഹരിയെ കെട്ടിയിട്ട് യാതൊരു ദയമില്ലാതെ മനോഹരൻ തല്ലുന്നാണ് കണ്ടത്. നീ എന്ത് പ്രാന്തടി കാണിക്കുന്നേ? അയാൾ അനിയനെ തള്ളി മാറ്റി. ദേഹം മുഴുവൻ അടികൊണ്ട പാടുകളാണെങ്കിലും ശ്രീഹരി ശബ്ദിക്കാതെ നിൽക്കുകയാണ്. പക്ഷെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. കൊച്ചോ, കള്ളനാ, പേരും കള്ളൻ. എന്റെ പോക്കറ്റിൽ നിന്നും കാശ് മോഷ്ടിച്ചവനെ പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? മനോഹരൻ അയാളുടെ പിടിവിടിവിച്ച്. ഈ മാരണത്തിനിവിടെ നടതള്ളി ഏട്ടൻ ലോകം മുഴുവൻ കറങ്ങി നടക്കാലോ, ബാക്കിയുള്ളവർ അനുഭവിക്കുന്നത്. മാധവൻ ശ്രീഹരിയുടെ കെട്ടുകൾ അഴിച്ചു. പിന്നെ അവന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു. മോൻ കാശെടുത്തോ? സത്യം പറ. അവൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് കരച്ചിലടക്കി നിൽക്കുകയാണ്. പറഞ്ഞോ, അച്ഛൻ അടിക്കില്ല, സത്യം. മോഷ്ടിക്കുന്ന തെറ്റല്ലേ മോനെ? എന്താ ആവശ്യമുണ്ടെങ്കിലും ചെറിയച്ഛനോട് ചോദിച്ചാൽ പോരെ? അതിനുള്ള ഇവിടെ കൊടുത്തിട്ടല്ലേ അച്ഛൻ ആനയും കൊണ്ട് പോകുന്നത്? അതോടെ ശ്രീഹരി അയാളെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. പുസ്തകം വാങ്ങാത്തതിന് കുറേ ദിവസമായിട്ട് എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്തിരുത്തിയ അച്ഛ. ഞാൻ എന്നും ചെറിയച്ഛനോട് ചോദിക്കും, പക്ഷേ തന്നില്ല. ഇനിയും പുസ്തകം വാങ്ങിയില്ലെങ്കിൽ സ്കൂളിൽ വരേണ്ടെന്ന് മാഷിന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പൈസ എടുത്തത്. അവൻ കരച്ചിലിനിടയിലൂടെ പറഞ്ഞൊപ്പിച്ചു. അതുമാത്രമല്ല, താൻ അനുഭവിച്ചതൊക്കെയും അവൻ അന്ന് ആദ്യമായി മാധവനോട് പറഞ്ഞു. കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോടെ മാധവൻ എഴുന്നേറ്റു. സത്യമാണോടാ ഇതൊക്കെ? അയാൾ മനോഹരന്റെ മുമ്പിലെത്തി. ദേ, ഈ നരുന്തു ചക്കം പറയുന്നിട്ട് എന്റെ നേരെ വരല്ലേ? മനുഷ്യനോട് 100 പ്രശ്നങ്ങൾ കൊണ്ട് തലവഞ്ഞിരിക്കുക. മനോഹരൻ പുച്ഛത്തോടെ ചിരിച്ചു. വാ തുറന്ന കള്ളേ പറയൂ, ഹാസത്ത്. മനോഹര, ചോദ്യത്തിലുള്ള ഉത്തരം മാത്രം മതി. ഞാൻ കിട്ടുന്ന കാശിലാ നിനക്കിരുന്നതേ. എന്റെ കുഞ്ഞിനൊരു കുറവില്ലാതെ നോക്കിക്കൊള്ളാൻ നിന്റെ വാക്ക് വിശ്വസിച്ചാ നീ അവനെ പട്ടിണിക്കിടാറുണ്ടോ? പഴകിയ ഭക്ഷണം കൊടുക്കാറുണ്ടോ? അവന്റെ ആവശ്യങ്ങൾക്ക് പൈസ ചെലവാക്കാറില്ലേ? നേട്ടാ മതി. കണ്ട തേപിടിച്ചിക്ക് ജനിച്ച എനിക്ക് ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നതിന് ഏട്ടൻ തരുന്ന പിച്ചക്കാശ് മതിയാവില്ല. നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടുന്ന ഞാനാ. എന്നിട്ടും പോട്ടെ നോക്കുമ്പോ താലി കയറരുത്. മാധവൻ ശബ്ദം ഉയർത്തി. എന്നാൽ മനോഹരൻ അത് കാര്യാക്കിയില്ല. ഞാൻ പറഞ്ഞതിലെന്താ തെറ്റ്? കാശിന് കണ്ടവന് കിടന്നു കൊടുക്കുന്ന ഒരുത്തി ഏട്ടൻ കല്യാണം കഴിച്ചു. അവളുടെ വീട്ടിൽ പൊറുതിയും തുടങ്ങി. ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞില്ല. അവസാനം അവൾ ചത്തപ്പോ ഇതിനെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഞാൻ നോയിക്കോളാൻ നേരിട്ട് ശരിയാ, പക്ഷേ വെറുതെ ചെയ്യാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. സ്വത്ത് ഭാഗം വെച്ചപ്പോ ഏട്ടന് കിട്ടിയ അഡ്രസ്സിന്റെ എനിക്ക് തരുന്ന കരുതിയാ. കാരണം ഏട്ടൻ ആ പിഴച്ചവിടെ വീടുണ്ടല്ലോ, എനിക്കല്ലേ ഒന്നുമില്ലാത്തത്. പക്ഷേ നിങ്ങളെന്താ ചെയ്തേ? ആ 8.5 സെന്റ് വിറ്റ് ഏതോ നാട്ടിൽ നിങ്ങൾ സ്ഥലം വാങ്ങി. പോരായിട്ട് നിങ്ങൾ ഭാര്യ എന്ന് പറയുന്ന ആ മറ്റവരുടെ പേരിലും വിൽക്കാൻ പോകുന്നു. ഇതൊക്കെ എന്റെ കുഞ്ഞിനോട് ചെയ്തതിന്റെ ന്യായീകരണങ്ങളാണോടാ? ഇവിടെ വളരുമ്പോൾ ഞാൻ ചിലപ്പോൾ തള്ളിന്നൊക്കെ വരും. വേശിയെ കിട്ടിയവനോടും അതിലുണ്ടായ കുഞ്ഞിനോടും ഇങ്ങനെ പെരുമാറാൻ എന്നെ കൊണ്ട് കഴിയും. മാറ്റില്ലെങ്കിൽ പറയിക്കോ, ഇതെന്റെ വീടാ. അയാൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് പാറക്കല്ല് പോലെ തഴമ്പുള്ള കൈ മാധവൻ ആഞ്ഞു വീശി. പടക്കം പൊട്ടുന്ന പോലുള്ള ശബ്ദം കേട്ട് ശ്രീഹരി നടുങ്ങിപ്പോയി. അടുത്തത് ആഞ്ഞൊരു തൊഴിയായിരുന്നു. മനോഹരൻ വീടിന്റെ പടിയിൽ നടുവടിച്ച് വീണു. അയ്യോ, അതുകൊണ്ട് അങ്ങോട്ട് വന്ന വിമല ഉറക്കി നിലവിളിച്ച്. മാധവൻ നിർത്തിയില്ല. ബാധ കയറിയതുപോലെ അയാൾ മനോഹരൻ തലങ്ങും വിലങ്ങും തള്ളി ചതച്ച്. ഇടഞ്ഞ കൊമ്പനെ പോലും യാതൊരു ഭയവുമില്ലാതെ തളക്കുന്ന അയാളുടെ കൈക്കരുത്തേറ്റ് മനോഹരൻ മൃതപ്രായനായി. ബഹളം കേട്ട് അയൽക്കാരൊക്കെ ഓടി വന്ന് മനോഹരനെ പിടിച്ചു മാറ്റിയപ്പോഴേക്കും മനോഹരന്റെ മുഖം ചോരയിൽ കുളിച്ചിരുന്നു. എന്ത് ഭ്രാന്ത നിങ്ങൾ കാണിക്കുന്ന മാധവേട്ടാ? അടുത്ത വീട്ടിലെ താമസക്കാരായ സലീം ചോദിച്ചു. മാധവൻ കുതറി മാറി. നിന്റെയൊക്കെ കൺമുമ്പിൽ വെച്ചാലാ സലീമേ എന്റെ കൊച്ചിനോട് ഇവര് ക്രൂരതയൊക്കെ കാട്ടുന്നേ. തടയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാനിവിടെ വരുമ്പോ എന്നോട് സ്വകാര്യമായിട്ടെങ്കിലും പറയാലോ. ഒരയൽക്കാരൻ. മാധവൻ കാറിത്തുപ്പി. ആഗ്രഹമില്ലായിട്ടല്ല മാധവേട്ടാ. സലീം വിഷാദത്തോടെ അയാളെ നോക്കി. 1-2 തവണ ഞാൻ നിങ്ങളുടെ അനിയനെ ഉപദേശിച്ചതാണ്.
അതിനവൻ രാത്രി കള്ളും കുടിച്ച് വീട്ടിൽ കയറി പ്രശ്നമുണ്ടാക്കി. അവൻ മാത്രമല്ല ആ പെണ്ണും പിള്ളയും. സലീം വിമലയെ ചൂണ്ടിക്കാട്ടി. ഇവര് പറയുന്ന തെറികൾ കേട്ട തൊലിയിരിഞ്ഞു പോകും. 2 പെൺമക്കളുടെയും ചെവിയും പൊത്തിപ്പിടിച്ച് നിൽക്കേണ്ട അവസ്ഥ. മാധവേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും കാര്യം ഇതുപോലെ. നിങ്ങളുടെ അനിയനെ ഒരിക്കലും നന്നാക്കാൻ നോക്കിയതാ ഈ ദാമോദരേട്ടൻ. ഇവൻ പിടിച്ച് തള്ളിയപ്പോൾ വീണ് മുറിഞ്ഞതിന്റെ പാട് ദാമോദരന്റെ തലയിൽ ഇപ്പോഴും കാണും. മാധവേട്ടൻ വല്ലപ്പോഴും വന്നിട്ട് പോകും. ഈ നാട്ടിൽ ജീവിക്കേണ്ട ഞങ്ങളല്ലേ. പക്ഷേ കൊച്ചിനെ പട്ടിണി കിടന്ന കാര്യമൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞു. പടച്ചോനാണ് സത്യം. അല്ല ഈ ഭക്ഷണം ഞാൻ കൊടുത്തേനെ. വേണ്ട, ഇനി ഒരുത്തന്റെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. മാധവൻ വീടിനകത്ത് കയറി തന്റെയും മകന്റെയും സാധനങ്ങളെല്ലാം ഒരു പെട്ടിയിലാക്കി തിരികെ വന്നു. മനോഹർ അവിടെ തന്നെ കിടക്കുകയാണ്. അയാളെ എഴുന്നേൽപ്പിക്കാനോ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ആരും മുതിർന്നില്ല. മാധവൻ അനിയന്റെ അടുത്ത് ചെന്നു. പിന്നെ ഒരു ബീഡി കത്തിച്ച് ആഞ്ഞു വലിച്ചു. കുട്ടിക്കാലം മുതൽ ഞാനും നീ വലിയ സ്നേഹത്തിലൊന്നല്ല കഴിഞ്ഞിരുന്നത്. എനിക്കാരെയും സ്നേഹിക്കാനൊന്നും അറിയില്ലായിരുന്നു. നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തെന്നായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. നീ നിന്റെ കാര്യവും ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കിയത്. എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമായപ്പോ ഞാൻ അവളെ അതിന് നിനക്കെന്താടാ? നീ വിമലയെ കല്യാണം കഴിക്കാൻ നേരം ഞാൻ വല്ലതും പറഞ്ഞോ? നാട്ടുകാരുടെ കളിയാക്കലാണോ നിന്റെ പ്രശ്നം? നിന്റെ ഭാര്യ കല്യാണത്തിനും അയൽപ്പക്കത്തെ പയ്യനുമായിട്ട്, അത് ഇവളെക്കാൾ പ്രായം കുറഞ്ഞൊരുത്തനായിട്ട് ബന്ധമുണ്ടായിരുന്നെന്നും ഇന്നും നീ ഇവിടെ ഇല്ലാത്ത നേരം നോക്കി അവനിവിടെ വരാറുണ്ടെന്നും ഇതേ നാട്ടുകാർ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വല്ലതും ചോദിച്ചോ നിന്നോട്? എന്റെ ഭാര്യ എങ്ങനെയുള്ളവളായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേറൊരുത്തിനെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. മരിച്ചുപോയ അവളെ കുറിച്ച് അനാവശ്യം പറയുകയും എന്റെ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തുകയും ചെയ്ത് നിന്നെ കൊല്ലുക വേണ്ടത്. പക്ഷേ ഞാനത് ചെയ്ത് ജയിലിൽ പോയാ ഇവൻ ആരുമില്ലാതാവും. അതുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടുക. മാധവൻ ബീഡി നിലത്തേക്കിട്ടു. പിന്നെ ലുങ്കി മടക്കി കുത്തി. കൊച്ചിനെ നോയിക്കോളായേട്ടാ എന്ന് നീ ഇങ്ങോട്ട് വന്ന് പറഞ്ഞോണ്ടാ ഞാനിവിടെ നിർത്തിയത്. അതിന്റെ പുറകിൽ എന്റെ 8.5 സെന്റ് വസ്തു സ്വന്താക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനെന്തിനാടാ നിനക്ക് തരുന്നേ? അച്ഛനെ പറഞ്ഞു വാങ്ങിക്ക് 12 സെന്റ് നീ വാങ്ങിയെടുത്ത് ഞാൻ മറന്നിട്ടൊന്നല്ല. അനിയനല്ലേ സാരമില്ലാന്ന് കരുതി ഈ വീട് എനിക്കും കൂടി അവകാശമുള്ളതാ. പക്ഷേ ഇനിയൊന്നും വേണ്ട. നിന്നെയും നിന്റെ ഭാര്യയും പോലുള്ള വിഷങ്ങളുടെയും മുന്നിലേക്ക് ഒരിക്കലും വരില്ല. വിമലയെ രൂക്ഷമായി നോക്കിയ ശേഷം മാധവൻ പെട്ടിയും തൂക്കി ശ്രീഹരിയുടെ അടുത്തെത്തി. ഒരു ഷർട്ട് അവനെ ധരിപ്പിച്ച ശേഷം അവന്റെ കൈയും പിടിച്ച് റോഡിലേക്ക് നടന്നു. ആദ്യം അയാളും ഭാര്യ സുമയും താമസിച്ചിരുന്ന വീട്ടിൽ കുറച്ച് ദിവസം. അത് വിൽക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി ദൂരെ വാങ്ങിയ സ്ഥലത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ് ആ അച്ഛനും മകനും ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത്. സുമയെക്കുറിച്ച് ഓർത്തപ്പോൾ മാധവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഉത്സവപ്പറമ്പിൽ വെച്ച് പരിചയപ്പെട്ടതാണ് സുമയെ. കുപ്പിവളകളും കല്ലുമാലകളും പൊട്ടുകളും കളിപ്പാട്ടങ്ങളും വിൽക്കുന്ന ഒരു പെണ്ണ്. അവളൊരു പോക്കിയ സമാധവേട്ടാ. ആനയെ കൊണ്ടുവരുന്ന ലോറി ഡ്രൈവർ പ്രകാശിനൊരിക്കൽ പറഞ്ഞു. മാധവൻ സുമയോട് സംസാരിക്കാൻ ചെന്നു. അത് കേവലം ശാരീരിക സുഖത്തിന് വേണ്ടി ആയിരുന്നില്ല. അയാളുടെ പരിഭ്രമം നിറഞ്ഞ കണ്ണുകളോട് അയാൾക്ക് ആത്മാർത്ഥമായ ഇഷ്ടം തോന്നിയിരുന്നു. സുമേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉത്സവം കഴിഞ്ഞ ദിവസം സാധനങ്ങൾ കെട്ടിപ്പെറുക്കി വയ്ക്കവേ അയാൾ അവിടെ അടുത്തിയെന്ന് ശബ്ദം പരമാവധി മയപ്പെടുത്തി. അവൾ സങ്കടത്തോടെ മാധവനെ നോക്കി. നമ്മൾ പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടിട്ടുണ്ടല്ലേ മാധവേട്ട? സംസാരിച്ചിട്ടുമുണ്ട്. ഓരോ ഉത്സവപ്പറമ്പിൽ ആനയുടെ കൂടെ മാധവേട്ടനെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നാറുണ്ട്. കാരണം എൻ്റെ അടുത്ത് മിണ്ടാൻ വരുന്നവരുടെ ഉദ്ദേശം വേറെയാണ്. നിങ്ങളുടെ നോട്ടത്തിൽ പോലും അതുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം നിങ്ങളും പെണ്ണെ ഒരൊറ്റ തൊഴി വെച്ചെന്നാലുണ്ടല്ലോ നീ ആ കാനയിൽ പോയി കിടക്കും. ഞാനൊരു ആനക്കാരനാ. ആനച്ചോറ് കൊലച്ചോറാണെന്നൊരു ചൊല്ലുണ്ട്. ജീവിതത്തിന് വലിയ ഉറപ്പൊന്നുമില്ല. അച്ഛനും അമ്മയൊക്കെ മരിച്ചു. ഒരു വീട്ടിൽ അന്യരെ പോലെ കഴിയുന്ന ഞാനും അനിയനും. മറ്റു ബന്ധുക്കളൊന്നുമില്ല. നിന്നെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. കൂടെ ഉണ്ടാവണമെന്നൊരു പൂതി. നിന്നെ കിട്ടാത്തതിൽ അസൂയം ദേഷ്യമുള്ള തന്തയ്ക്ക് ഉറക്കാത്തവരുണ്ടാക്കിയ കള്ളക്കഥകളൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം വീട്ടിലൊന്ന് ആലോചിക്കും. സുമയുടെ വലിയ കണ്ണുകൾ നീരണിയെന്ന് അയാൾ കണ്ടു. ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പാവം പെണ്ണ്. അവളുടെ ശരീരം സ്വന്തമാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ചിലർ സമ്മാനിച്ച പട്ടമാണ് പോക്ക് കേസ് എന്ന പേര്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് എല്ലാവരും അത് ഏറ്റുപിടിച്ചു. കൊത്തിക്കീറാൻ ആർത്തി പൂണ്ടുവരുന്ന കഴുകന്മാരെ അകറ്റി നിർത്താൻ അവൾ നന്നേ പണിപ്പെട്ടു. മടിക്കുത്തിൽ ഒരു പിച്ചാത്തി ഒളിപ്പിച്ച് നടക്കേണ്ട ഒരു പെണ്ണിന്റെ ഗതികേട്. ഇതൊക്കെ മനസ്സിലായതോടെ മാധവന് സുമയെ കൂടുതൽ ഇഷ്ടമാവുകയായിരുന്നു. പിന്നെ ഒട്ടും വൈകാതെ തന്നെ മാധവൻ സുമയുടെ വീട്ടിലെത്തി. അവളും പ്രായാധിക്യത്തിൽ ആവശ്യമായ അമ്മയും മാത്രമാണ് താമസം. അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവിടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് മാധവൻ സുമയെ താലി കെട്ടി. അമ്മയെ നോക്കാൻ വേറെ ആളില്ലാത്ത കാരണം അയാൾ അവിടെ തന്നെ താമസിച്ചു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കി സായുജ്യമടയുന്ന നാട്ടുകാർ പിന്നെയും പല കഥകളും ഉണ്ടാക്കി. മാധവനിൽ നിന്ന് ഗർഭം ധരിച്ച സുമ ആത്മഹത്യാ ഭീഷണി മുഴക്കിയാണ് അയാളെ കൊണ്ട് താലി കെട്ടിച്ചെന്ന് വരെ പറഞ്ഞു. അപവാദം പരത്തി 1-2 പേരെ മാധവൻ കൈകാര്യം ചെയ്തോടെ പലരും പേടിച്ചൊതുങ്ങി. സുമയുടെ നേരെയുള്ള ശല്യങ്ങളും കുറഞ്ഞു. പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിന്റെ നാളുകൾ. കുഞ്ഞ് ജനിച്ചതോടെ അത് ഇരട്ടിച്ചു. പക്ഷേ വിധി ആ സന്തോഷത്തിനധികം ആയുസ് നൽകിയില്ല.
1 വർഷത്തിന്റെ ഇടവേളകളിൽ ആദ്യം അമ്മയും പിന്നെ സുമയും മരണത്തിന് കീഴടങ്ങി. മസ്തകം കുലുക്കി വരുന്ന കൊമ്പനെ ഭയക്കാത്ത മാധവന് ജീവിതത്തോട് പേടി തോന്നി തുടങ്ങിയത് ഭാര്യ മരിച്ച ശേഷമാണ്. ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്നൊന്നും അയാൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അനിയൻ സഹായഹസ്തം നീട്ടിയപ്പോൾ സ്വീകരിച്ചത്. പക്ഷേ അച്ഛാ, ശ്രീഹരിയുടെ ശബ്ദം കേട്ട അയാൾ ചിന്തകളിൽ ഞെട്ടിയുണർന്നു. ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് താനെന്ന ബോധം അപ്പോഴാണ് അയാൾക്ക് വന്നത്. എന്താ മോനെ? ദേ അത് നോക്ക്. അവൻ കൈ ചൂണ്ടിയിടത്തേക്ക് മാധവൻ നോക്കി. റോഡിന്റെ എതിർവശത്ത് കുറച്ച് അകലെയായി ഒരു കാറ് നിർത്തിയിട്ടുണ്ട്. അവിടെ ഒരു പഴയ ചർച്ചാണ്. അടഞ്ഞിടക്കുന്ന ചർച്ചിൽ ഈ സമയത്ത് ആരും വരാനില്ലാത്താണല്ലോ എന്ന് അയാൾ ഓർത്തു. അതേസമയം മറ്റൊരു ചിന്തയും കടന്നു വന്നു. അഥവാ ടൗണിലേക്കാണെങ്കിൽ തങ്ങളും കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കാലോ. ഇന്നലെ രാത്രിയിലെ ലാസ്റ്റ് ബസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ബസ് സ്റ്റോപ്പിൽ ഇരിക്കേണ്ടി വന്നത്. കാരണം തിരിച്ചാ വീട്ടിലേക്ക് പോവാനും പറ്റില്ല. വിൽപ്പനയ്ക്ക് ഏൽപ്പിച്ച ആളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങി താക്കോൽ ഏൽപ്പിച്ചിരുന്നു. ഇനി ആവശ്യക്കാരെ അവർ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യുന്നെന്ന് ബാക്കി കാശ് തരും. മോൻ ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഒരു ഹോട്ടൽ ഉള്ളിടം വരെയെങ്കിലും പോകാൻ കഴിഞ്ഞാൽ മതി. അയാൾ എഴുന്നേറ്റ് പെട്ടിയെടുക്കുന്ന കണ്ടപ്പോൾ ശ്രീഹരി പതിച്ചിരുന്ന മുണ്ടും ബെഡ്ഷീറ്റും മടക്കി സഞ്ചിയിലിട്ട് എഴുന്നേറ്റു. വാ മോനെ, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, നമ്മൾ വന്നോട്ടെ എന്ന്. രണ്ടുപേരും റോഡ് മുറിച്ച് കടന്ന് കാറിന് നേരെ നടന്നു. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. കാറിന്റെ ഡോർ തുറന്ന് ഒരു സ്ത്രീ പുറത്തിറങ്ങുന്നു. അവരുടെ കയ്യിൽ എന്തോ ഉണ്ട്. അവരത് ചർച്ചിലേക്ക് കയറിപ്പോകുന്ന പടികളിലൊന്ന് വെച്ച് തിരിച്ചിറങ്ങുന്നു. പെട്ടെന്ന് അതൊന്ന് അനങ്ങി. അതെ, ഒരു കുഞ്ഞാണത്. മാധവന് കാര്യം മനസ്സിലായി. അയാൾ നടത്തത്തിന്റെ വേഗം കൂട്ടി. അവരെ കണ്ടതോടെ ആ സ്ത്രീ ഭയത്തോടെ കാറിലേക്ക് ഓടിക്കയറി. ശ്രീഹരി നോക്കുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ 3-4 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് പടിക്കെട്ടിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. കാറിന് നേരെ കരഞ്ഞുകൊണ്ട് വരുന്നതുമാണ് കണ്ടത്. ഏതോ സ്വപ്നം പോലെ അവന് തോന്നി. കാറ് വെട്ടിത്തിരിഞ്ഞ് അവരുടെ എതിർദിശയിലേക്ക് വന്നു. കുഞ്ഞ് പിന്നാലെയും. അവൾ ഉറക്കെ കരയുകയാണ്. മാധവൻ റോഡിലേക്കാരും തടയാൻ ശ്രമിച്ചു. പക്ഷെ അയാളെ വെട്ടിച്ചുകൊണ്ട് അത് കടന്നുപോയി. അതിലിരുന്ന സ്ത്രീയെയും പുരുഷനെയും മാധവനും ശ്രീഹരിയും വ്യക്തമായി കണ്ടു. ആ സ്ത്രീ തല പുറത്തിട്ട് ഓടിവരുന്ന കുഞ്ഞിനെ നോക്കുന്നുണ്ടായിരുന്നു. കാല് തടഞ്ഞു വീണിട്ടും എഴുന്നേറ്റ ആ പിഞ്ചു കുഞ്ഞ് കാറ് പോയ ദിശയിലേക്ക് ഓടുകയാണ്. അവൾ അടുത്തെത്തിയതും ശ്രീഹരി പൊടുന്നനെ അവളുടെ കൈ പിടിച്ചു. മാധവൻ അത്ഭുതത്തോടെ അവനെ നോക്കി. അവർക്കിതിനെ വേണ്ടച്ചാ. അത്രമാത്രമേ അവ പറഞ്ഞുള്ളൂവെങ്കിലും ആ വാക്കുകളുടെ അർത്ഥം വിശാലമായിരുന്നു. മാധവൻ അത് മനസ്സിലായി. കാരണം പിന്തിരിഞ്ഞു നോക്കിയ ആ സ്ത്രീയുടെ മുഖത്ത് കണ്ടത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മകളെ ഉപേക്ഷിക്കുന്ന അമ്മയുടെ വേദനയല്ലായിരുന്നു. മറിച്ച് കുഞ്ഞ് തന്റെ കൂടെ വന്നേക്കുമോ എന്ന പേടി. വല്ലവന്റെയും കൂടെ പോകാൻ കൊച്ചിനെ ഉപേക്ഷിച്ചതാ പനം. മകൻ അടുത്തുള്ളതിനാൽ തെറിവാക്ക് അയാൾക്ക് അടിച്ചമർത്തി. പള്ളിയിൽ ഉപേക്ഷിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന പള്ളിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. കുഞ്ഞ് ശ്രീഹരിയുടെ പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഉറക്കെ കരയുകയാണ്. ഒരു സുന്ദരി കുട്ടി. ദൂരെ ഒരു ഹോൺ ശബ്ദം മുഴങ്ങി. അവർക്ക് പോവാനുള്ള KSRTC ബസ് പതിയെ കുന്നുകയറി വരികയാണ്. ബസിന്റെ വെട്ടത്തിലേക്കും ആ കുഞ്ഞിന്റെ മുഖത്തേക്കും മാധവൻ എന്ത് ചെയ്യണമെന്നറിയാതെ മാറി മാറി നോക്കി. മാധവ, ഇത് വേണ്ടാത്ത പണിയായി പോയി, വേണുമാഷ് പറഞ്ഞു. മാധവൻ വാങ്ങിയ സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള ചെറിയ വാടക വീടിന്റെ ഉമ്മറത്തായിരുന്നു അവർ. ഈ കുഞ്ഞിനെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ പോരായിരുന്നു. ഇത് സിനിമയും സീരിയലൊന്നല്ല. മാധവൻ ആ പെൺകുഞ്ഞിനെ നോക്കി. ശ്രീഹരി പാലിൽ മുക്കിയ ബിസ്ക്കറ്റ് അവളുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. പേടിയോടെയാണെങ്കിലും അവളത് കഴിക്കുന്നുണ്ട്. അവിടെ വിട്ടിട്ട് വരാൻ തോന്നിയില്ല. ഒന്നുകിൽ കുറുക്കനോ തെരുവൂട്ടിയോ കടിച്ചു കയറും, അല്ലെങ്കിൽ വല്ല പിച്ചക്കാരും കൊണ്ടുപോകും. അന്നേരം നീ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷൻ തേടി നടക്കാനും തോന്നിയില്ല. എടാ, ഒരു പെൺകുഞ്ഞിനെ വളർത്തി വലുതാക്കാൻ നിസ്സാര കാര്യമല്ല. അതിന് അമ്മ തന്നെ വേണം. അറിയാം, പക്ഷെ അമ്മയില്ലാത്ത മക്കളും ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ. മാധവ, എനിക്ക് ചെയ്യാനുള്ളതിനെ കുറിച്ചെല്ലാം വ്യക്തമായ ധാരണയുണ്ട്. പിന്നെ സുമയുടെ വീട് സ്ഥലം വിറ്റ് കിട്ടിയതെല്ലാം ചേർത്ത് വീട് പണിയണം. പിന്നെ ഇതുങ്ങളെ നന്നായി നോക്കണം. ദൈവം സഹായിച്ചാൽ എല്ലാം നടക്കും. അയാൾ ബീഡിക്കുട്ടി നിലത്തിട്ട് ചവിട്ടിക്കെടുത്തി. നീ പറഞ്ഞില്ലേ പെൺകുഞ്ഞാണെന്ന്? ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഞാനിതിനെ കൂടെ കൂട്ടിയത്. തനിച്ചായി പോയ പെണ്ണ് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ ഉദാഹരണമായിരുന്നല്ലോ എൻ്റെ സുമ. ഏതോ ഓർമ്മയിൽ മാധവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ കൊച്ചിനെ അതുപോലെ ആവാൻ വിടാൻ എനിക്ക് തോന്നുന്നില്ലടാ. ഇവൾ ഇവിടെ വളരും, എൻ്റെ മകളായിട്ട്. ഇനി അഥവാ ഞാൻ ചത്തുപോയാ എൻ്റെ മോൻ നോയിക്കോളും. കാരണം ഇതിനെ കൂടെ കൂട്ടാൻ എന്നെക്കാൾ ആഗ്രഹം അവനായിരുന്നു. ഈ പ്രായത്തിനിടക്ക് അവൻ എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഇതാ. ഇനി വലുതാകുമ്പോൾ ഇവൾക്ക് കുടുംബക്കാരെ കാണാൻ തോന്നിയാ അവള് പോയിക്കോട്ടെ. വിദ്യാഭ്യാസമോ ലോകപരിചയമോ ഇല്ലാത്ത ആ സാധാരണക്കാരന്റെ മുമ്പിൽ താൻ തീരെ ചെറുതായതുപോലെ വേണുവിന് തോന്നി.
നീ എനിക്കൊരു ഉപകാരം ചെയ്യണം വേണു. എന്താടാ പറഞ്ഞോ. നിനക്കും മാലതിക്കും മാത്രമേ സത്യം അറിയൂ. അതെന്തും അങ്ങനെ ആയിരിക്കണം. വേണു അയാളുടെ കൈപ്പിടിച്ചമർത്തി. കുഞ്ഞ് ശ്രീഹരിയോട് ചേർന്നിരുന്ന് ബിസ്ക്കറ്റ് കഴിക്കുന്ന കണ്ടപ്പോൾ മാധവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഇങ്ങോട്ടുള്ള ബസ് യാത്രയിൽ കുറേ നേരം കരഞ്ഞെങ്കിലും പിന്നീട് ശ്രീഹരിയുടെ മടിയിൽ അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഇവിടെ എത്തിയ ശേഷവും അവന്റെ വിരലിൽ പിടിവിടാതെയാണ് നടക്കുന്നത്. മോളുടെ പേരെന്താ? വേണു ചോദിച്ചു. അമ്മു. 3-4 തവണ ചോദിച്ച ശേഷമാണ് പേടിയോടെയുള്ള ഉത്തരം കിട്ടിയത്. മോനെ, നമുക്ക് ഇവൾക്ക് നല്ലൊരു പേരിട്ടാലോ? തമാശ മട്ടിൽ മാധവൻ ചോദിച്ചു. മാളവിക. ശ്രീഹരിക്ക് ആലോചിക്കാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. നാട്ടിലെ സ്കൂളിൽ അവന്റെ സഹപാഠിയായിരുന്നു മാളവിക. ക്ലാസ്സിൽ അവനോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ഒരേ ഒരു കുട്ടി. ആ കണ്ണുകളിൽ മാത്രമേ കരുണയുടെ വെളിച്ചം അവൻ കണ്ടിരുന്നുള്ളൂ. മാധവന് പേരിഷ്ടപ്പെട്ടു. അവളെ ഉപേക്ഷിച്ചു പോയ വീട്ടുകാർ നൽകിയ പേര് പോലും വേണ്ട എന്നത് അയാളുടെ തീരുമാനമായിരുന്നു. അങ്ങനെ ആ കൊച്ചു വീട്ടിൽ മാധവന് 2 മക്കളും താമസം തുടങ്ങി. നാട്ടിലെ പ്രമാണിയായ ശേഖരക്കുറുപ്പിന്റെ ആന പത്മനാഭന്റെ പാപ്പാനായി മാധവന് ജോലി വാങ്ങിക്കൊടുത്ത് വേണുവാണ്. അയാൾ ജോലി ചെയ്യുന്ന സ്കൂളിൽ തന്നെ ശ്രീഹരിക്ക് അഡ്മിഷന് ശരിയാക്കി. പെരുമയ്ക്ക് വേണ്ടി മാത്രം ആനയെ വളർത്തുന്ന ആളായിരുന്നു ശേഖരക്കുറുപ്പ്. ആ നാട്ടിലെ 2-3 ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിപ്പിന് മാത്രം അയക്കും, അതും സൗജന്യമായി. അതുകൊണ്ട് തന്നെ മാധവന് രാവിലെ ജോലിക്ക് പോയി രാത്രിയാകുമ്പോൾ തിരിച്ചു വരാം. അയാൾ ജോലിക്കും ശ്രീഹരി സ്കൂളിലും പോകുന്ന സമയത്ത് മാളവികയെ നോക്കാനുള്ള ഉത്തരവാദിത്തം വേണുവിന്റെ ഭാര്യ മാലതി സന്തോഷപൂർവ്വം ഏറ്റെടുത്തു. അവരുടെ മകൻ സിദ്ധാർത്ഥിന് ശ്രീഹരിയുടെ അതേ പ്രായമാണ്. ഒരേ സ്കൂളിൽ തന്നെയാണ് അവനും പഠിക്കുന്നത്. പക്ഷെ അവന് തന്നെ ഇഷ്ടമായില്ലെന്ന് ശ്രീഹരിക്ക് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായി. മോ വിഷമിക്കണ്ട, അവന്റെ സ്വഭാവം അങ്ങനെയാ. മുഖത്ത് നോക്കി ചിരിച്ചിട്ടും ശ്രീഹരി അവഗണിച്ച് സിദ്ധാർത്ഥ് പോയപ്പോൾ മാലതി ആശ്വസിപ്പിച്ചു. അത് ശരിയാണെന്ന് ശ്രീഹരിക്കും തോന്നി. സിദ്ധാർത്ഥ് സ്കൂളിൽ ശരിക്കൊരു വഴക്കാളിയാണ്. ആരെയും പേടിയില്ല. തന്നേക്കാൾ മുതിർന്ന കുട്ടികളോട് പോലും അടിയുണ്ടാക്കും. വേണുമാഷിന്റെ മോനായതുകൊണ്ട് ആരും പരാതിയും പറയാറില്ല. അവന്റെ ആകെയുള്ള സുഹൃത്ത് നിത്യയാണ്. സിദ്ധാർത്ഥിന്റെ വീടിന് കുറച്ചകലെയാണ് അവളുടെ വീട്. മാധവൻ രാവിലെ ശ്രീഹരിക്കും മാളവികയ്ക്കും കഴിക്കാനുള്ള ഉണ്ടാക്കി വെച്ചിട്ട് ജോലിക്ക് പോകും. പിന്നെ മാളവികയെ കുളിപ്പിക്കുന്ന, ഡ്രസ്സ് ധരിപ്പിക്കുന്ന, ആഹാരം കഴിപ്പിക്കുന്നതെല്ലാം ശ്രീഹരിയാണ്. അതിനുശേഷം അവൻ അവളെയും കൂട്ടി വേണുവിന്റെ വീട്ടിൽ പോകും. അവളെ മാലതിയെ ഏൽപ്പിച്ച് സ്കൂളിലേക്ക് യാത്ര തിരിക്കും. 10 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ സ്കൂളിലേക്കുള്ളൂ. തിരിച്ചു വന്നാൽ മാലതി അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അതിനുശേഷം അവിടെ ഇരുന്നതിന് ഹോംവർക്കുകൾ ചെയ്യും. രാത്രി മാധവൻ അവിടെ എത്തി രണ്ടുപേരെയും തിരിച്ചു കൊണ്ടുവരും. 1 വർഷത്തിനുള്ളിൽ താൻ വാങ്ങിയ സ്ഥലത്ത് മാധവൻ ഒരു കൊച്ചു വീടുണ്ടാക്കി. അവരെ സംബന്ധിച്ച് അതൊരു സ്വർഗം തന്നെയായിരുന്നു. അച്ഛനും 2 മക്കളും താമസിക്കുന്ന സ്നേഹക്കൂട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശ്രീഹരിയും സിദ്ധാർത്ഥും മിണ്ടുന്നത് തന്നെ. ഒരു വെള്ളിയാഴ്ച ദിവസം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ക്ലാസ്സിലെ വികൃതിയായ ആകാശ് ശ്രീഹരിയുടെ കോളറിന് പിടിച്ചുലച്ചു. ഞാൻ ഉപദ്രവിക്കുന്ന ഈ ലീല ടീച്ചറോട് പറയും, അല്ലടാ എന്നാ പിന്നെ ഇതൂടെ പറ. ആകാശ് അവനെ കരിങ്കൽ കൊണ്ടുണ്ടാക്കിയ മതിൽ ചേർത്ത് ഞെരിച്ചു. കുറെ കുട്ടികൾ കാഴ്ചക്കാരായി നിൽക്കുന്നുണ്ട്. അപമാനം കൊണ്ട് ശ്രീഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. തിരിച്ചടിക്കാൻ കഴിയില്ല. ആകാശിന് അവന്റെ ഇരട്ടി വലിപ്പമുണ്ട്. അനിയത്തിയുടെ മുന്നിൽ ഒരു സൂപ്പർ ഹീറോയാണ് താൻ. വേണുമാഷിന്റെ വീട്ടിലെ ടിവിയിൽ കാണുന്ന ഹിന്ദി സിനിമയിലെ നായകന്മാരെ അനുകരിച്ച് സാങ്കല്പികമായ ശത്രുക്കൾ ഇടിച്ചു വീഴ്ത്തുമ്പോൾ അവൾ കൈകൊട്ടി ചിരിക്കും. അച്ഛനും താൻ ധൈര്യശാലിയായ മകനാണ്. ആ തന്നെയാണ് ഒരുത്തൻ അനങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോഴാണ് സിദ്ധാർത്ഥ് നിത്യ അതുവഴി വന്ന്. ഈ കാഴ്ച കണ്ടെങ്കിലും സിദ്ധാർത്ഥ് ഗൗനിക്കാതെ മുന്നോട്ട് നടന്നു. ഒന്ന് നോക്കിയ ശേഷം നിത്യയും. ശരീരം നോവുന്ന വേദനയേക്കാൾ ആ പെരുമാറ്റം ശ്രീഹരിയെ ഒരുപാട് വേദനിപ്പിച്ചു. എടാ, ആ തടീനവർ തല്ലുന്ന നീ കണ്ടില്ലേ? കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ നിത്യ ചോദിച്ചു. കണ്ടു. പിന്നെന്താ പിടിച്ചു മാറ്റാത്തെ? അവര് തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാനെന്തിനാ ഇടപെടണം? 2 എണ്ണം കിട്ടട്ടെ. എനിക്കവനെ തീരെ ഇഷ്ടമല്ല. അവന് തെറ്റാ ഇത്? നിനക്കറിയോ, ആ വന്ന ശേഷം അച്ഛനും നമുക്ക് അവനെ മതി. എപ്പോൾ നോക്കിയാലും ശ്രീഹരി കണ്ടുപിടിക്കുക. ഇത് കേട്ട് മടുത്തു. പോരായിട്ട് ഇവൻ്റെ അനിയത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം വലിച്ചിടും. അത് നേരെ വെച്ചില്ലെങ്കിൽ അച്ഛൻ്റെ ചീത്ത എനിക്കാ. അവള് കുഞ്ഞല്ലേ, നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ചീത്ത. എന്തിനായി നിങ്ങളിങ്ങനെ സ്നേഹിക്കുന്നത്? എടാ, അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? അവർക്ക് അമ്മയില്ല. അതിനെന്താ? സിദ്ധാർത്ഥിന് മനസ്സിലായില്ല. നീ ഒരു ദിവസം നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ അമ്മയില്ലെങ്കിലോ? അത് ശരിയാണെന്ന് സിദ്ധാർത്ഥിന് അറിയാം. അമ്മാവിന് സുഖമില്ലാതെ 4 ദിവസം അമ്മ തറവാട്ടിൽ പോയി നിന്നപ്പോൾ അവൻ ശരിക്കും അനുഭവിച്ചതാണ്. വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും ചൂട് പലഹാരവും ചായയും അമ്മ തയ്യാറാക്കി വെക്കും. അത് കഴിച്ച് കുളിച്ചു വന്നാൽ ഒന്നുകൂടി തലതോർത്തിയാൽ അമ്മക്ക് സമാധാനമാവും. താൻ പഠിക്കുമ്പോൾ അടുത്തു വന്നിരിക്കും. സ്കൂളിലെ വിശേഷങ്ങൾ ഓരോന്നായി ചോദിക്കും. രാത്രി കിടന്ന ശേഷം നെറ്റിയിൽ ഒരു ഉമ്മ കൂടി തന്നിട്ട് അമ്മ ഉറങ്ങും. ഓരോ കാര്യങ്ങളിൽ അമ്മ അത്രയ്ക്ക് ശ്രദ്ധിക്കും.
4 ദിവസം അമ്മ ഇല്ലാതിരുന്നപ്പോൾ തനിക്ക് ശരിക്കും ശ്വാസമുട്ടലായിരുന്നു. കരഞ്ഞിട്ടുമുണ്ട്. അമ്മ തിരിച്ചെത്തിയപ്പോൾ സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു. പക്ഷേ ശ്രീഹരിയുടെയും മാളവിയുടെയും അമ്മ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അതോർത്തപ്പോൾ സിദ്ധാർത്ഥിന് വല്ലാത്ത സങ്കടം തോന്നി. ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം അവൻ തിരിച്ചു നടന്നു. ആകാശ് ശ്രീഹരിയുടെ ഷർട്ടിലെ പിടിവിട്ടിരുന്നില്ല. ചുറ്റും കാഴ്ചക്കാരായ കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുമുണ്ട്. തടിയാ അവനെ വിട്ടേ. സിദ്ധാർത്ഥ ആജ്ഞാപിച്ചു. ആകാശ് തലചരിച്ച് അവനെ നോക്കി. പിന്നെ പുച്ഛത്തോടെ ചിരിച്ചു. നീ പോടാ. സിദ്ധാർത്ഥ് നിലത്തുനിന്ന് ഒരു കരിങ്കലിന്റെ ചീളെടുത്തു. വീട്ടിലെങ്കിൽ നിന്റെ തല ഞാൻ പൊളിക്കും. അവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അതോടെ ആകാശ് പതറി. പറയുന്ന പോലെ പ്രവർത്തിക്കുന്നവനാണ് സിദ്ധാർത്ഥ്. ആരെയും കൂസാത്ത സ്വഭാവം. ആകാശ് പതിയെ പിടിവിട്ടു. ഇനി മേലാൽ ഇവനെ ആരെങ്കിലും തൊട്ടാ ക്ലാസ്സിൽ കയറി ഞാൻ അടിക്കും. എടലോ. സിദ്ധാർത്ഥ് ചുറ്റും നോയിക്കൊണ്ട് പറഞ്ഞു. അതോടെ കൂടിയുന്ന കുട്ടികളെല്ലാം പതിയെ പിൻവലിയാൻ തുടങ്ങി. നിനക്ക് അവന്റെ മൂക്കിനിട്ടൊരു ഇടി കൊടുത്തുകൂടായിരുന്നു. അല്ലെങ്കിൽ കാലി പിടിച്ചു വലിച്ച ചക്ക വീഴുന്നവരാ വീണനെ. സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ ശ്രീഹരി സങ്കടത്തോടെ ചിരിച്ചു. എനിക്ക് അതിനൊന്നും കഴിയില്ല. പഴയ സ്കൂളിൽ ഇതുപോലൊരു കാരണമില്ലാതെ എന്നെ ഉപദ്രവിക്കാറുണ്ട്. അതുപോലെ ചെറിയച്ഛനും ചെറിയമ്മയും എല്ലാവരും തല്ലും. സിദ്ധാർത്ഥിന് നിത്യക്കും വല്ലായ്മ തോന്നി. ഇത്രക്ക് പാവായിരുന്നു ഇവൻ. സിദ്ധാർത്ഥ് പോക്കറ്റിൽ നിന്നും തേൻ മിഠായി പാക്കറ്റ് എടുത്ത് കുറച്ച് ശ്രീഹരിക്ക് കൊടുത്തു. അതിനുശേഷം നിത്യയ്ക്കും. ശ്രീഹരി, അച്ഛനോട് പണ്ട് എനിക്കൊരു ആനവാൽ കൊണ്ടു തരുമോ? നിത്യ ചോദിച്ചു. മോതിരം ഉണ്ടാക്കാനാണോ? അതെ, ആനവാൽ മോതിരം വരലിട്ടാ പേടിയുണ്ടാവില്ലെന്ന് അമ്മൂമ്മ പറഞ്ഞു. ഇവിടുത്തെ ആനയുടേത് കിട്ടുമെന്നറിയില്ല. പക്ഷെ എൻ്റെ പെട്ടിയിലുണ്ട്. പണ്ട് അച്ഛൻ തന്നതാ. മോതിരം ഉണ്ടാക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ചതാ. അത് ഞാൻ തരാട്ടോ. അങ്ങനെയാണെങ്കിൽ നിനക്കല്ലേടാ ആദ്യം മോതിരം വേണ്ട. എല്ലാത്തിനും പേടിയാണല്ലോ നിനക്ക്. സിദ്ധാർത്ഥ് കളിയാക്കി. ഇനി എനിക്ക് പേടി എന്തിനാ? നിങ്ങൾ കൂടെയില്ലേ? അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ സിദ്ധാർത്ഥ് അവനെ ചേർത്ത് പിടിച്ചു. അതൊരു ഉറച്ച സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 3 പേര് നേരെ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് ചെല്ലും. നിത്യയുമായി മാളവിക പെട്ടെന്ന് അടുത്തു. അവളുടെ കൂടെ എത്ര സമയമിരുന്നാലും നിത്യയ്ക്ക് മതിയാവില്ല. മാലതി ഉന്തിത്തള്ളി വിട്ടാലേ സ്വന്തം വീട്ടിലേക്ക് അവൾ തിരിച്ചു പോകും. സിദ്ധാർത്ഥും ശ്രീഹരിയും തമ്മിലുള്ള അടുപ്പവും അതുപോലെ തന്നെ ആയിരുന്നു. ശ്രീഹരിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. മാളവികയോട് മാത്രം ചെറിയൊരു അകൽച്ച വെച്ചു. പക്ഷെ അതും പെട്ടെന്ന് മാറി. ഒരു ദിവസം അവന്റെ മാത്സ് നോട്ടെടുത്ത് എന്തോ കുത്തിക്കുറിക്കാൻ നോക്കിയായിരുന്നു മാളവിക. സിദ്ധാർത്ഥ ആ ബുക്ക് പിടിച്ചു വാങ്ങി പകരം വേറൊന്ന് കൊടുത്തു. ഇതിൽ എത്ര വേണമെങ്കിലും വരച്ചിട്ടോ. മാത്സ് നോട്ട് ചെയ്തയാൾ സാവിത്രി ടീച്ചർ തല്ലും. വേണുമാഷിന്റെ മോനായതിനാൽ 2 കൂടുതൽ കിട്ടും. അച്ഛനും അമ്മയും കേൾക്കാൻ പാത്തിന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ ഒരു ചോക്ലേറ്റും വെച്ച് കൊടുത്ത് അവൻ ശ്രീഹരിയുടെ കൂടെ പറമ്പിലേക്ക് ഓടി. കണ്ടോടി ചെറുക്കന്റെ അഹങ്കാരം. വേണു മാലതിയെ നോക്കി. എനിക്കിട്ട് താങ്ങിയതാ നിന്റെ മോൻ. ഒന്ന് പോയി. അവനിപ്പോ ഒരുപാട് മാറി. പണ്ടത്തെ ദുർവാശിയൊന്നുമില്ല. അവന്റെ കൂടെ കൂടി ശ്രീഹരി ചീത്തയാവുന്ന എന്റെ പേടി. സ്വന്തം മോനെ കുറ്റം മാത്രം പറയുന്നൊരു അച്ഛൻ. നിങ്ങൾ വേണുമാഷല്ല, ചാക്കോ മാഷ. കുട്ടികളായി ഇച്ചിരി കുസൃതിയൊക്കെ ഉണ്ടാവും. നിങ്ങൾ മോശമായിരുന്നില്ലല്ലോ. പണ്ടത്തെ വീരസാഹസിക കഥകളൊക്കെ നിങ്ങളുടെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട്. അതോടെ വേണു അടങ്ങി. പിന്നീട് അങ്ങോട്ട് മാളവികയും ആ മൂവർ സംഘത്തിൽ അംഗമായി. തോട്ടിൽ മീൻ പിടിക്കാൻ പോകുമ്പോഴും വയലിൽ പട്ടം പറത്താനും പന്ത് കളിക്കാനും പോകുമ്പോഴുമെല്ലാം മാളവികയുടെ കയ്യിൽ പിടിച്ച് മുന്നിൽ നടക്കുന്നത് സിദ്ധാർത്ഥായിരുന്നു. അവരുടെ അടുപ്പത്തിൽ ശ്രീഹരിക്ക് ചെറിയ കുശുമ്പും തോന്നാറുണ്ട്. എല്ലാവരും മാളവികയെ മാളു എന്ന് വിളിക്കും. ശ്രീഹരിയും മാധവനും മാത്രം കുഞ്ഞു എന്നും. അത് അച്ഛനും മകനും മാത്രം അവകാശപ്പെട്ട പേരായിരുന്നു. രാത്രിയെന്നും അവന്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നാലേ അവൾക്ക് ഉറക്കം വരൂ. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കുറച്ചകലെയുള്ള ഹൈസ്കൂളിലാണ് 3 പേരും ചേർന്ന്. അതേ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ മാളവികയും ചേർത്തു. ബസ്സിൽ പോകുമ്പോഴും വരുമ്പോഴും മാളവിക വീഴാതിരിക്കാൻ ശ്രീഹരിയും സിദ്ധാർത്ഥും അവളെ തങ്ങൾക്കിടയിൽ നിർത്തി മുറുകെ പിടിക്കും. ആ കാഴ്ച ബസ് യാത്രക്കാർക്ക് എന്നും കൗതുകമായിരുന്നു. സ്നേഹവും സൗഹൃദവും ഇണക്കവും പിണക്കവും ഒക്കെയായി വർഷങ്ങൾ കടന്നുപോയി. +2 പരീക്ഷ കഴിഞ്ഞ് 3 പേര് റിസൾട്ട് കാത്തു നിൽക്കുന്ന സമയം. അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമാണ്. രാത്രി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി വേണുവിന്റെ വീട്ടിലെത്തിയതാണ് എല്ലാവരും. ശ്രീഹരിയും സിദ്ധാർത്ഥും മാളവികയും നിത്യയിൽ ലൂഡോ കളിക്കുന്നത് നോക്കി വേണു ഉമ്മർത്ത് തന്നെയുണ്ട്. അപ്പോഴാണ് 2-3 ചെറുപ്പക്കാർ അങ്ങോട്ടേക്ക് ഓടി വന്ന്. മാഷി ഒന്ന് വന്നേ. എന്താ വിഷ്ണു? വേണു മുറ്റത്തേക്ക് ഇറങ്ങി. വിഷ്ണു എന്തോ പറയുന്നു. വേണുവിന്റെ മുഖം മാറുന്നു. അയാൾ വ്യസനത്തോടെ തന്നെ നോക്കുന്നു ശ്രീഹരി കണ്ടു. മക്കള് വാ, നമുക്ക് വീട്ടിൽ പോവാം. അയാൾ ശ്രീഹരിയുടെ കൈ പിടിച്ചു. അപ്പൊ അമ്പലത്തിൽ പോകണ്ടേ? നിരാശയോടെ മാളവിക ചോദിച്ചു. ആരും അതിന് ഉത്തരം പറഞ്ഞില്ല. ചുറ്റും കനത്ത നിശബ്ദതയിൽ നിന്ന് തന്നെ ശ്രീഹരിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിരുന്നു. വെള്ള പുതപ്പിച്ച് കിടത്തിയ മാധവന്റെ ശരീരത്തിനടുത്ത് ആർത്തലച്ച് കരയുകയാണ് മാളവിക. നിത്യയും മാലതിയും കണ്ണു തുടച്ചുകൊണ്ട് അവളുടെ അടുത്ത് തന്നെയുണ്ട്.
കുറച്ചു മാറി സിദ്ധാർത്ഥിന്റെ മടിയിൽ ശ്രീഹരി കരയാൻ പോലും മറന്ന് കിടക്കുന്നു. ആരെയും ഉപദ്രവിക്കാത്ത ആനയാ പത്മനാഭൻ. മുറ്റത്ത് കൂടി നിൽക്കുന്നവരിൽ ആരോ പറയുന്നത് ശ്രീഹരി കേട്ടു. എഴുന്നള്ളിപ്പിന് കൊണ്ടുപോവായിരുന്നു. അപ്പോഴാ ബൈക്കിൽ കള്ളും കുടിച്ച് ബോധമില്ലാതെ വന്ന എരണം കെട്ട ചില പിള്ളേര് ആനയുടെ അടുത്ത് വന്ന് ബഹളം ഉണ്ടാക്കിയത്. അതോടെ ആനയടഞ്ഞു. കഷ്ടകാലത്തിന് ഒരു അമ്മയും കുഞ്ഞും മുന്നിൽപ്പെട്ടു. അവരെ രക്ഷിക്കാൻ നോക്കുന്നതിനിടയിലാ മാധവനെ ഹോസ്പിറ്റലിൽ എത്തിക്കും മുമ്പ് ആള് പോയി. മോനെ, ആനയും 5 വയസ്സുകാരനും ഒരുപോലെയാ. ഒരിക്കൽ അച്ഛൻ പറഞ്ഞ ശ്രീഹരിക്ക് ഓർമ്മ വന്നു. അത്രയ്ക്ക് ബുദ്ധി ആനക്കുള്ളൂ. തോട്ടിയും കാരക്കോലും ഇല്ലെങ്കിൽ അവനവൻ്റെ പാട്ടിന് പോവും. ഇത്രയും വലിയൊരു മൃഗം നമ്മൾ അനുസരിക്കുന്ന പേടിയുണ്ടായിട്ട് തന്നെയാ. പിന്നെ നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങോട്ടും കിട്ടും. പക്ഷേ ഇടഞ്ഞ ആന ഒരു വന്യമൃഗം മാത്രമാണ്. അപ്പം അവനെ നിയന്ത്രിക്കാൻ ദേഹം നോവിക്കേണ്ടി വരും. ആ സമയത്ത് പാപ്പാൻ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാവും: താൻ മരിച്ചാലും വേറൊരാളുടെയും ജീവൻ നഷ്ടപ്പെടരുതെന്ന്. ആൾക്കൂട്ടത്തിനിടയിലൂടെ ആനയെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ നെഞ്ചിൽ തീയാ. ചെറിയൊരു പ്രകോപനം മതി വലിയ ദുരന്തം ഉണ്ടാവാൻ. അതുകൊണ്ട് ആനയെ തുടരുതെന്ന് മാറി നിൽക്കുന്നൊക്കെ ഞങ്ങൾ പറയുന്നു. പക്ഷേ ജനങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല. ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഈ ജോലി ചെയ്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കൂലിയാ. അതുകൊണ്ട് എൻ്റെ മോനി പണി വേണ്ട. പാരമ്പര്യമായി കിട്ടിയത് എന്നോടുകൂടി അവസാനിക്കട്ടെ. തന്നെ ഈ മാനപ്പണി പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതാണിത്. ശ്രീഹരി മാധവന്റെ മുഖത്തേക്ക് നോക്കി. ആരോരുമില്ലാത്ത ഒരു പെണ്ണിനെ ജീവിത സഖിയാക്കിയ, ആരോ ഉപേക്ഷിച്ചൊരു കുഞ്ഞിനെ സ്വന്തം മോളായി സ്നേഹിച്ച ഒരു മനുഷ്യൻ. മാളവികക്ക് പേടിയാണെന്ന ഒറ്റ കാരണത്താൽ കൊമ്പൻ മീശ എന്നേക്കുമായി ഉപേക്ഷിച്ചയാൾ. രാത്രി വരുമ്പോൾ എന്നും കയ്യിലൊരു പലഹാരപ്പൊതി ഉണ്ടാവും. അതിൽ തങ്ങൾക്ക് മാത്രമല്ല സിദ്ധാർത്ഥിനും നിത്യയ്ക്കുള്ളതും ഉണ്ടാവും. തൻ്റെയും തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന അനിയത്തിമാരുടെയും കവിളിൽ പതിയെ മുത്തം സമ്മാനിച്ച് അവരെ പുതപ്പിച്ച ശേഷം അമ്മയുടെ ഫോട്ടോയിലെ കണ്ണീരോടെ നോക്കി നിൽക്കുന്ന അച്ഛൻ്റെ മുഖം ശ്രീഹരിയുടെ മനസ്സിൽ തെളിഞ്ഞു. ഇനി തങ്ങൾക്ക് ആരുമില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മാഷേ, നേരം കുറേ ആയില്ലേ? ഇനി ആരെങ്കിലും വരാനുണ്ടോ? അവരുടെ നാട്ടുകാരനായ സജീവൻ ചോദിച്ചു. ആനിയനെ വിവരം അറിയിച്ചിട്ടുണ്ട് സജീവ. കുറച്ചു നേരം കൂടി നോക്കാം. വേണ്ട, ശ്രീഹരി ചാടിയണീറ്റു. അച്ഛനും ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. ആർക്കു വേണ്ടിയും കാത്തു നിൽക്കണ്ട. 17കാരനിൽ നിന്നും അവൻ പക്വതയുള്ള ഒരു യുവാവായി മാറുകയായിരുന്നു. വേണു സജീവനെ നോക്കി കണ്ണു കാണിച്ചു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. 3-4 ചെറുപ്പക്കാർ വന്ന് മാധവന്റെ മൃതദേഹം എടുത്ത് പറമ്പിന്റെ തെക്ക് ഭാഗത്തേക്ക് നടന്നു. കരച്ചിലിന്റെ മൂർധന്യാവസ്ഥയിൽ കുഴഞ്ഞു വീണ മാളവികയെ മാലതിയും നിത്യയും പിടിച്ച് മുറിയിൽ കിടത്തി. ചിതയിൽ തീ ആളിപ്പടർന്നപ്പോൾ സിദ്ധാർത്ഥ ശ്രീഹരിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. മുറ്റത്ത് അങ്ങിങ്ങായി നാട്ടുകാരിൽ ചിലർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശ്രീഹരി അകത്ത് ചെന്ന് മേശ തുറന്ന് കുറച്ച് കാശെടുത്ത് സിദ്ധാർത്ഥിന് നേരെ നീട്ടി. സിധു, അവർക്ക് ചായ കൊടുക്കണ്ടേ? ഇവിടെ ആകെ 4 ഗ്ലാസ് മാത്രമേ ഉള്ളൂ. നീ നിന്റെ വീട്ടിൽ ചെന്ന് കുറച്ച് ഗ്ലാസ് കൊണ്ടുപോവാ. ശ്രീ, സിദ്ധാർത്ഥ സങ്കടത്തോടെ വിളിച്ചു. അവനത് ശ്രദ്ധിച്ചില്ല. കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇന്നലെ സന്ധ്യക്ക് മുതൽ എല്ലാവരും ഇവിടെ നിൽക്കുന്നതല്ലേ. നല്ല വിശപ്പ് കാണും. അവിടെ അവലെ നനച്ച് മതിയാവും. നിന്റെ വീട്ടിൽ ഇരിപ്പുണ്ടാവുമോ? ഇല്ലെങ്കിൽ ഗോപിയോട് കടർന്ന് കുറച്ച് എടുത്തുതരാമെന്ന് ചോദിക്കുക. ഇങ്ങനത്തെ ആവശ്യമായതുകൊണ്ട് പറ്റില്ലെന്ന് പറയില്ല. വീണ് മുറിക്കുള്ളിലേക്ക് കടന്നു വന്നു. മാഷെ, കുഞ്ഞിന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുമോ? കരഞ്ഞ് ക്ഷീണിച്ചതാ, വയ്യാണ്ടാവും. മോനെ, നീ കുറച്ചു നേരം കിടക്ക്. മാഷെ, ഒരാൾ മരിച്ച എന്തൊക്കെയാ ചടങ്ങുകൾ? എല്ലാം പറഞ്ഞു തരണം കേട്ടോ. എനിക്കൊന്നും അറിയില്ല. ഇനിയെല്ലാം ചെയ്യാൻ ഞാനൊരാളല്ലേ ഉള്ളൂ. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ്റെ ശബ്ദമിടറി. സിദ്ധാർത്ഥ ഒരു പൊട്ടിക്കരച്ചിലോടെ അവനെ കെട്ടിപ്പിടിച്ചു. നിന്റെ തീരുമാനത്തിലൊരു മാറ്റമില്ലേ ശ്രീ? വീണു ചോദിച്ചു. പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കും. നിങ്ങളെ നല്ല നിലയിൽ എത്തിക്കുക എന്നതായിരുന്നു മാധവന്റെ ആഗ്രഹം. അത് മറക്കരുത്. അയാളുടെ വീട്ടിലായിരുന്നു ശ്രീഹരിയും മാളവികയും. മാധവ് മരിച്ചിട്ട് 2 മാസം കഴിഞ്ഞു. സിദ്ധാർത്ഥിനും നിത്യയ്ക്കും ഒരേ കോളേജിൽ അഡ്മിഷൻ കിട്ടി. പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെന്ന തീരുമാനത്തിൽ നിന്നും ശ്രീഹരിയെ പിന്തിരിപ്പിക്കാനുള്ള അവസാന ശ്രമമാണ് നടക്കുന്നത്. മാധവന്റെ ചടങ്ങുകൾ കഴിഞ്ഞ് കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ അവൻ കൂലിപ്പണിക്ക് പോയി തുടങ്ങിയതാണ്. +2 മാത്രമേ യോഗ്യതയുള്ള ഒരാൾക്ക് നല്ല ജോലിയൊന്നും കിട്ടില്ല മോനെ. കാശിൻ്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളെ രണ്ടാളെയും ഞാൻ അന്യരായിട്ടല്ല കാണുന്നത്. ശ്രീഹരി പുഞ്ചിരിച്ചു. അറിയാം മാഷേ, പക്ഷെ വേണ്ട. എത്ര കാലം ഞാൻ നിങ്ങളെയൊക്കെ ആശ്രയിക്കും? എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. +2 ജയിച്ച് തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ. കുഞ്ഞുവിനെ പഠിപ്പിക്കണം. അവൾക്കൊരു നല്ല ജോലി വാങ്ങിക്കൊടുക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. കുറിപ്പ് എന്ന പൈസ കൊണ്ട് എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? തൻ്റെ ആന കാരണം ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമായ കുറ്റബോധത്താൽ
അത്യാവശ്യം നല്ലൊരു സംഖ്യ ശേഖരക്കുറിപ്പ് ശ്രീഹരിക്ക് നൽകിയിരുന്നു. അവനത് വേണുവിനെ ഏൽപ്പിക്കുകയും ചെയ്തതാണ്. തൽക്കാലം അവിടെ ഇരിക്കട്ടെ മാഷെ, കുഞ്ഞുവിന് ഭാവിയിൽ എന്തെങ്കിലും ഉപകരിക്കും. അപ്പം നിനക്കായിട്ടൊന്നും വേണ്ടേ മോനെ? എനിക്ക് അവളുണ്ടല്ലോ മാഷെ, അത് മതി. മാലതിയുടെ കൂടെ മാളവിക അങ്ങോട്ടേക്ക് വന്നു. അച്ഛൻ്റെ മരണം അവളെ ആകെ തളർത്തിയിരുന്നു. അവളുടെ മനസ്സൊന്ന് ശാന്തമാക്കാൻ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുകയാണ്. ശ്രീഹരി എഴുന്നേറ്റു. നാളെ ഗോപിയുടെ കൂടെ പെയിന്റ് പണിക്ക് പോകണം. മോനെ, ഏണിയിലൊക്കെ കയറുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. മാലതി പറഞ്ഞപ്പോൾ അവൻ തലയാട്ടി. പിന്നെ ടോർച്ച് തെളിയിച്ച് മാളവികയുടെ കൈയും പിടിച്ച് തൻ്റെ വീട്ടിലേക്ക് നടന്നു. കണ്ടോടി, 17 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ നമ്മളെക്കാൾ പക്വത അവനുണ്ട്. ആർക്കോ ജനിച്ച ഒരു പെൺകുട്ടി അനിയത്തിയായി സ്നേഹിച്ച് അവൾക്ക് വേണ്ടി സ്വന്തം ഭാവി ത്യജിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരുത്തനെ കാണാൻ തന്നെ പ്രയാസാ. പഠിക്കാൻ ഇഷ്ടമില്ലെന്ന് അവൻ കള്ളം പറഞ്ഞതാ. ആരുടെയും സഹായം സ്വീകരിക്കാൻ അവന് ഇഷ്ടമില്ല. അത് തന്നെയാ കാരണം. അയാൾ കസേരയിലേക്ക് ചാഞ്ഞു. ഈ നല്ല മനസ്സ് ദൈവം കാണാതിരിക്കില്ല. സിദ്ധുയോടെടി? നിത്യമോൾക്ക് പനിയും ഛർദി. അവൻ അവിടെ കൂടെ അഷ്റഫ് ഡോക്ടറുടെ വീട്ടിൽ പോയതാ. നിത്യയുടെ അച്ഛൻ പ്രവാസിയാണ്. വീട്ടിൽ അമ്മയും അമ്മൂമ്മയും മാത്രം. എന്താവശ്യമുണ്ടെങ്കിലും സിദ്ധാർത്ഥിനെയോ ശ്രീഹരിയെയോ ആണ് അവർ വിളിക്കാറ്. അവന്റെ തീരുമാനം എന്താ? ഏതെങ്കിലും കോളേജിൽ ഡിഗ്രി കൊടുത്തിട്ടുണ്ടോ? ITIയിൽ ചേരണമെന്നാ പറയുന്നത്. അവൻ അതാ താല്പര്യം. വേണുന്ന് മൂളി. പിന്നെ ഓരോ ആലോചനയിൽ മുഴുകി. ഏട്ടാ, മാളവിക വിളിക്കുന്ന കേട്ട് ശ്രീഹരി തല ഉയർത്തി നോക്കി. അവൾ കട്ടിലും അവൻ നിലത്ത് പായ വിരിച്ചുമാണ് കിടക്കുന്നത്. എന്താ കുഞ്ഞു, നീ ഇനി ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല, എനിക്ക് ഏട്ടൻ്റെ കൂടെ കിടക്കണം. അവൻ എഴുന്നേറ്റ് കട്ടിൽ കിടന്നു. മാളവിക അവൻ്റെ നെഞ്ചിൽ തലവെച്ചു. ഏട്ടൻ കോളേജിൽ പോണില്ലേ? ഏയ് ഇല്ല, എനിക്ക് മടിയാ. അവളൊന്നും മിണ്ടിയില്ല. കുഞ്ഞു, മോള് നല്ലോണം പഠിക്കണം കേട്ടോ. അച്ഛൻ എപ്പോഴും പറയാറില്ലേ, മോൾക്ക് നല്ല ജോലിയെ കിട്ടി സുന്ദരനായ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. അത് സാധിപ്പിച്ചു കൊടുക്കണ്ടേ? എനിക്ക് കല്യാണമൊന്നും വേണ്ട. എൻ്റെ ഏട്ടൻ്റെ കൂടെ ഇന്ന് എനിക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ മതി. അവളൊരു കാലെടുത്ത് ശ്രീഹരിയുടെ ദേഹത്ത് വെച്ച് അവൻ അവളുടെ മുതുകിൽ പതിയെ തട്ടിക്കൊണ്ടിരുന്നു. മുന്നോട്ടുള്ള ജീവിതം അത്ര എളുപ്പമല്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. അനിയത്തിക്ക് താൻ മാത്രമേ ഉള്ളൂ. അവളുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കണം. അവൾക്ക് താനുണ്ടല്ലോ എന്ന ആശ്വാസത്തോടെയാവും അച്ഛൻ മരണത്തിന് കീഴടങ്ങിയത്. അവൻ കണ്ണുകളടച്ച് ഉറങ്ങാൻ ശ്രമിച്ചു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. ശ്രീഹരി പെയിന്റിംഗ് ജോലിയിൽ തന്നെ ഉറച്ചു നിന്നു. ആദ്യം മറ്റൊരാളുടെ കീഴിലായിരുന്നു, പിന്നീട് സ്വതന്ത്രമായി തുടങ്ങി. ഇന്ന് അവന് 10ഓളം ജോലിക്കാരുണ്ട്. നല്ല സ്വഭാവമായതിനാൽ തന്നെ അത്യാവശ്യം പണിയുമുണ്ട്. സിദ്ധാർത്ഥിന് ടൗണിൽ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഒരു ഷോപ്പാണ്. നിത്യ തങ്ങൾ പഠിച്ച അതേ സ്കൂളിൽ ടീച്ചറുമായി. മാളവിക കുറേ ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നു. ശ്രീഹരിക്ക് പിരിഞ്ഞിരിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ആഗ്രഹത്തിന് എതിര് നിൽക്കരുതെന്ന് വേണുമാഷും മാലതിയും പറഞ്ഞതോടെ മനസ്സില്ലാ മനസ്സോടെ അവൻ സമ്മതിക്കുകയായിരുന്നു. മാസത്തിലൊരിക്കൽ അവൾ നാട്ടിലേക്ക് വരും. 2-3 ദിവസം നിന്ന് തിരിച്ചു പോകും. പക്ഷെ ആ ദിവസങ്ങളിൽ എല്ലാവരും ഒത്തുകൂടി ഉത്സവമേളമായിരിക്കും. അവരുടെ സൗഹൃദത്തിന് മാത്രം അകൽച്ച ഉണ്ടായിട്ടേയില്ല. സിദ്ധാർത്ഥ് പഴയതുപോലെ തന്നെ ആരെയും കൂസാത്ത പ്രകൃതമായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരും. എതിരെ നിൽക്കുന്ന ആരാ എന്താ എന്നൊന്നും അവന് വിഷയമല്ല. നന്നാവില്ലെന്ന് കണ്ടതോടെ വേണുമാഷ അവൻ ഉപദേശിക്കുന്നത് ശാസിക്കുന്നതെല്ലാം നിർത്തി. പക്ഷേ മാളവിയുടെ അടുത്ത് മാത്രം അവനൊരു പൂച്ചക്കുട്ടിയെ പോലെ ആവും. സുനാമി വന്നാൽ ഞാൻ പിടിച്ചേൽക്കും, പക്ഷേ ഈ ഭദ്രകാളിയുടെ അടുത്ത് നടക്കുകയില്ല. ഇങ്ങനെയാണ് അവൻ മാളവികയെക്കുറിച്ച് പറയാറുള്ളത്. ജീവിതം ഒരു താളത്തിൽ മുന്നോട്ട് പോവുകയാണ്. അടുത്ത ഗ്രാമത്തിലെ ഒരു പുതിയ വീട്ടിൽ പെയിന്റിംഗ് ജോലിയിലായിരുന്നു ശ്രീഹരി. വൈകുന്നേരം പണി കഴിഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്തു വെക്കുമ്പോൾ അവിടേക്ക് സിദ്ധാർത്ഥിന്റെ കാറ് വന്ന് നിന്നു. അതിൽ നിന്ന് മാളവിക ചാടിയിറങ്ങുന്ന കണ്ട് ശ്രീഹരി അത്ഭുതപ്പെട്ടു. കൂടെ നിത്യയുണ്ടായിരുന്നു. നീ എന്താ കുഞ്ഞു ഒന്നും പറയാതെ വന്ന്? എന്തേ, ഇഷ്ടായില്ലേ? എന്നാ തിരിച്ചു പോയേക്കാം. ഏയ് അതല്ല, സാധാരണ വരുന്നവരും വിളിച്ചു പറയാറുണ്ടല്ലോ. സർപ്രൈസ് തരാന്ന് വെച്ച് വന്ന, പക്ഷെ ടൗണിലെത്തിയപ്പോൾ സിദ്ധുവിന്റെ മുന്നിൽ തന്നെ പെട്ടുപോയി. അവൾ ശ്രീഹരിയെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞു ഡ്രസ്സ് ചീത്തയാവും. ഏട്ടന് ദേഹം മുഴുവൻ പെയിന്റ് അഴുക്കുക. സാരമില്ല, എൻ്റെ ഏട്ടനല്ലേ. അവൾ അവനെ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. അതെ, കെട്ടിപ്പിടുത്തം കഴിഞ്ഞാൽ വേഗം വാ, പോവാം. സിദ്ധാർത്ഥ് തല പുറത്തേക്കിട്ടു. എവിടെയാടാ? ഒന്ന് കറങ്ങിയിട്ട് വരാം. കുറേയില്ലേ ഒരുമിച്ച് പുറത്തേക്ക് പോയിട്ട്. നിങ്ങൾ പോയി വാ, ഞാൻ വീട്ടിൽ ചെന്ന് കുളിച്ച് ഡ്രസ്സ് മാറുമ്പോഴേക്കും ഒത്തിരി വൈകും. എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കാലോടാ. നിനക്കിടാനുള്ള എടുത്തുവൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. നിന്റേതിടാനോ? പറയുന്ന കേട്ടൊന്നും ആദ്യമായിട്ടാണെന്ന്. ഒന്ന് വന്നേടാ. നിന്നെ എവിടുന്ന് അവൻ പൊക്കിയത്? ശ്രീഹരി നിത്യയെ നോക്കി. സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വരുന്ന 2 എണ്ണം. നീ വേഗം വാ ശ്രീ, എനിക്ക് നല്ല വിശപ്പുണ്ട്. വൈകുന്നേരത്തെ ചായ കുടിച്ചിട്ടില്ല. ശ്രീഹരി പെട്ടെന്ന് തന്നെ കൈകാലുകൾ കഴുകി തന്റെ ജോലിക്കാരോട് പറഞ്ഞ് കാറിൽ കയറി. ആദ്യം സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക്, പിന്നെ അവിടുന്ന് ബീച്ചിലേക്ക്.
ഇവന്റെ പോക്ക് ശരിയല്ല. ഇന്നലെ ആ ശാന്തമ്മ ചേച്ചിയെ വഴി തടഞ്ഞു നിർത്തി പച്ച തെറി വിളിച്ചു. എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് വാതുറക്കുന്നില്ല. ശ്രീഹരി പരിഭവിച്ചു. ബീച്ചിലെ പൂഴിമണിൽ ഇരിക്കുകയാണ് അവനും നിത്യയും. സിദ്ധാർത്ഥും മാളവികയും തിരമാലകളെ തോൽപ്പിക്കാൻ ഓടുന്നുണ്ട്. അവൻ ആകെ പേടി കുഞ്ഞുവിനെയാണ്. പക്ഷെ അവളിപ്പോൾ അവനേക്കാൾ കഷ്ടമാണ്. ഒരു വക പറഞ്ഞാൽ കേൾക്കില്ല. നിത്യ അവനെ തന്നെ നോക്കി. എന്താടി? നിനക്കൊരു മാറ്റമില്ല ശ്രീ. പണ്ട് അനിയത്തിയുടെ കൈ പിടിച്ച് നടന്നിരുന്ന അതേ 6ാം ക്ലാസ്സുകാരൻ തന്നെ. ശ്രീഹരി ചിരിച്ചു. ചിരിക്കണ്ട. അല്ലടാ, നീ ഇങ്ങനെ ഇന്ന് അവൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കാനാണോ നിന്റെ പ്ലാന്? അതേലോ, ഇനി അവൾക്ക് ചേരുന്ന അവൾക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരുത്തിനെ കണ്ടെത്തി കെട്ടിക്കണം. അത് കഴിഞ്ഞെന്തോ അവർ സന്തോഷമായിട്ട് കഴിയുന്ന കാണണം. തേങ്ങാക്കൊല, ഇങ്ങനെയൊരു മണ്ടൻ. നിനക്കൊരു കുടുംബം വേണമെന്ന് ആഗ്രഹമൊന്നുമില്ലേ? ഭാര്യ, കുട്ടികൾ, അങ്ങനെയൊന്നും? ഏയ്, ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. കഷ്ടം. ഒരു കഷ്ടമല്ല. അതുകൊട്ടെ, നിന്റെ കാര്യം? എടി, നമ്മുടെ കൂടെ പഠിച്ച എല്ലാ പെൺപിള്ളേർക്കും കല്യാണം കഴിഞ്ഞ് കുട്ടികളായി. നിനക്കിതൊന്നും വേണ്ടേ? വരുന്ന ആലോചനയിലാണ് നീ മുടക്കുകയാണെന്ന് കഴിഞ്ഞ ആഴ്ച നിന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു. നിത്യ കടലിലേക്ക് നോക്കിയിരുന്നു. ഇനി വല്ല പ്രേമോ മറ്റോ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് നടത്താം. സാധാരണ എല്ലാം പറയുന്നതാണല്ലോ. എനിക്ക് പറയാൻ മനസ്സില്ല. നനഞ്ഞ വസ്ത്രങ്ങളുമായി മാളവിക അങ്ങോട്ട് വന്നു. പൊടപ്പൊട്ടി, ഇനി എന്നോട് മിണ്ടണ്ട. അവൾ സിദ്ധാർത്ഥിനെ നോക്കി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്തു പറ്റി കുഞ്ഞു? രണ്ടാളും വഴക്കായോ? ഇത് കണ്ടു കേട്ടോ, എന്നെ വെള്ളത്തിൽ തള്ളിയിട്ടു. സിദ്ധാർത്ഥ് ഓടി വന്ന് അവിടെ ചെവിൽ പിടിച്ച് തിരിച്ചു. നീ എന്താടി വിളിച്ച്? പട്ടീന്നോ? മാപ്പുറടി, ഒന്ന് നിർത്തുവോ? നിത്യ ശബ്ദം ഉയർത്തി. പിള്ളേര് കളി മാറിയിട്ടില്ല ഒന്നിനും. വാ, തിരിച്ചു പോവാം. അപ്പൊ സിനിമയോ? സിദ്ധാർത്ഥ അവിടെ നേരെ തിരിഞ്ഞു. നീയല്ലേ പറഞ്ഞ് സിനിമക്ക് പോവാന്ന്? ഇന്ന് വേണ്ട, എനിക്ക് നല്ല തലവേദന. ഞാനുമില്ല, ഈ കോലത്തിൽ എങ്ങനെ തിയേറ്ററിൽ പോവാനാ? മാളവികയും പറഞ്ഞോടെ അവർ നാട്ടിലേക്ക് തിരിച്ചു. നിത്യ അവരുടെ വീട്ടിൽ വിട്ട ശേഷം അവർ സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി. മാളവിക വേണുവിനോട് സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോ ഉടനെ സിദ്ധാർത്ഥ് ശ്രീഹരിയെ നോക്കി. അതെ, എനിക്കൊരു സംസാരിക്കാനുണ്ട്. അവന്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ പിന്നെ ശ്രീഹരി കൂടുതലും ചോദിച്ചില്ല. കാറിൽ ലോക്ക് ചെയ്ത് അവർ നടന്നു തുടങ്ങി. എത്ര പെട്ടെന്ന് ആ കാലം കടന്നുപോയതല്ലേ. വയൽ വരമ്പിൽ നിന്ന് ആകാശത്ത് കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് പതിയെ പറഞ്ഞു. മാധവേട്ടന്റെ കൂടെ നീയും ആളും ഇവിടേക്ക് വന്ന് ഇന്നലെ കഴിഞ്ഞ പോലെ. അന്നൊക്കെ നിനക്കെന്തൊരു ജാടിയായിരുന്നു. മിണ്ടാൻ തന്നെ ഒരു വർഷം എടുത്തു. സിദ്ധാർത്ഥ് ചിരിച്ചു. നിന്നോട് മാളുവിനോട് അസൂയ ശ്രീ. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചല്ല നിങ്ങളെന്ന് ആരും വിശ്വസിക്കില്ല. നിന്റെ കാര്യം പോട്ടെ, മാതാപിതാക്കൾ ഉപേക്ഷിച്ചൊരു കുട്ടിയാണ് താനെന്നും ചെറുപ്പം മുതൽ ഏട്ടായെന്ന് വിളിച്ചയാൾ തൻ്റെ ചോരയിലെന്നറിഞ്ഞിട്ടും മാളു നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നില്ലേ? നിങ്ങളെപ്പോലെ ഈ ലോകത്തിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അവൻ പറയുന്നത് ശരിയാണ്. ഭൂതകാലത്തെക്കുറിച്ചുള്ളതെല്ലാം മാളവികയോട് കുറച്ച് വർഷം മുമ്പ് തന്നെ ശ്രീഹരി തുറന്നു പറഞ്ഞിരുന്നു. അതിനൊരു കാരണവുണ്ടായിരുന്നു. ഒരു ദിവസം മാധവന്റെ അനിയൻ മനോഹരൻ അവരെ തേടിയെത്തി. അയാൾ താമസിക്കുന്ന വീട് വിൽക്കണമെങ്കിൽ ശ്രീഹരിയുടെ ഒപ്പ് വേണം. കാരണം ആ വീട് മാധവന് കൂടി അവകാശപ്പെട്ടതായിരുന്നു. 2 മക്കളുടെയും സമ്മതം വേണ്ടിയെന്ന് കൂടെ വന്ന ഒരാൾ ചോദിച്ചപ്പോഴാണ് മനോഹരൻ പരിഹാസത്തോടെ സത്യം വെളിപ്പെടുത്തിയത്. എന്റെ ഏട്ടനായ ആനക്കാരൻ മാധവന് എന്റെ അറിവിൽ ഒരു മോ മാത്രമേ ഉള്ളൂ. ഈ പെണ്ണാരാണെന്ന് എനിക്കറിയില്ല. അവിഹിത ബന്ധത്തിലുണ്ടായതിന്റെ സമ്മതമൊന്നും എനിക്ക് ആവശ്യമില്ല. അന്ന് അയാൾ പോയ ശേഷം മാളവിക ശ്രീഹരിയെ പിടിച്ചു നിർത്തി സത്യം പറയിപ്പിച്ചു. 3 വയസ്സിൽ അമ്മ ഉപേക്ഷിച്ചൊന്നും അവിടെ ഓർമ്മയിലുണ്ടായിരുന്നില്ല. ശ്രീഹരി ഒന്നും ഒളിച്ചു വെക്കാതെ എല്ലാവളോട് തുറന്നു പറഞ്ഞു. 2 ദിവസം ആരോടും സംസാരിക്കാതെ മുറിയിലിരുന്നെങ്കിലും പിന്നീട് അവൾ പഴയതുപോലെ തന്നെ പെരുമാറാൻ തുടങ്ങി. രക്തബന്ധമൊന്നുമില്ലെങ്കിലും തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഏട്ടനെ അവൾക്ക് വേദനിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. വേണുവിനും മാലതിക്കും അറിയാവുന്ന പോലെ തന്നെ നിത്യക്കും സിദ്ധാർത്ഥിനും സത്യമെല്ലാം പണ്ടേ അറിയാം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ശ്രീഹരി അവരോടെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ആ നാട്ടുകാർ ഞെട്ടി. ആരോ ഉപേക്ഷിച്ച പെൺകുട്ടിയാണ് മാളവിക എന്നത് അവർക്ക് അവിശ്വസനീയമായിരുന്നു. പക്ഷേ ശ്രീഹരിയോട് ആരുമൊന്നും ചോദിച്ചില്ല. അങ്ങനെ ചെയ്താൽ മറുപടി കൊടുക്കുന്ന സിദ്ധാർത്ഥായിരിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നീ എന്താ സിദ്ധു സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ്? നിത്യയെക്കുറിച്ചാ. സിദ്ധാർത്ഥ അവനെ നേരെ തിരിഞ്ഞിരുന്നു. അംഗൻവാടി മുതലുള്ള ചങ്ങാത്തമാ ഞാനും അവളും തമ്മിൽ. എല്ലാം പരസ്പരം ഷെയർ ചെയ്യും. നീ വന്നതിന് ശേഷവും അവൾ ആ സ്ഥാനം എനിക്ക് തന്നിരുന്നു. എന്നുവെച്ചാൽ നിന്നോടുള്ള സൗഹൃദത്തേക്കാൾ ഒരുപടി മുകളിലാണ് അവളുടെ മനസ്സിൽ ഞാൻ. അതെനിക്കും അറിയാലോ. ഞാനതിൽ പരാതി പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, കാരണം അതൊന്നും നിനക്കൊരു വിഷയമേ അല്ലായിരുന്നു. നിനക്ക് മാള് മാത്രമാണ് മുഖ്യം. മറ്റൊന്നും നീ കാണാൻ ശ്രമിച്ചിട്ടില്ല. വളച്ചേട്ടത് കാര്യം പറ സിദ്ധു. ഒരുപാട് നല്ല പ്രപ്പോസലുകൾ വന്നിട്ടും അവൾ ഒഴിഞ്ഞു മാറുന്നത് എന്താണെന്നറിയോ? അവൾക്കൊരാളെ ഇഷ്ടമാണ്. ഞാനത് ഇന്നുകൂടി ചോദിച്ചേ ഉള്ളൂ. ദേഷ്യപ്പെട്ടല്ല, കാര്യം പറഞ്ഞില്ല. എടാ പുല്യ, അവൾ സ്നേഹിക്കുന്നത് നിന്നെയാ. സിദ്ധാർത്ഥി ശബ്ദമുയർത്തി. കാലം കുറയായി അവളിത് മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നു.
നിന്നോട് തുറന്നു പറയാൻ ഞാൻ കുറെ നിർബന്ധിച്ചതാ. മാളുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ട് മതിയെന്ന് അവള് പറഞ്ഞു. പക്ഷേ അവള് ലൈഫ് വേസ്റ്റ് ആക്കിയാണെന്നൊരു തോന്നല്. ശ്രീഹരി നാവിറങ്ങിയതുപോലെ ഇരിക്കുകയാണ്. ശ്രീ, അനിയത്തിയെ സ്നേഹിക്കേണ്ടതെന്ന് ഞാൻ പറയില്ല, പക്ഷെ നീ കുറച്ച് ഓവറാ. അവൾ വിവാഹം കഴിഞ്ഞ് പോയാൽ ചിലപ്പോൾ നിനക്ക് ഭ്രാന്ത് പിടിക്കും. ഒറ്റപ്പെടൽ എന്താണെന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കേണ്ടല്ലോ. അത് ചെറുപ്പത്തിൽ നീ ഒരുപാട് അനുഭവിച്ചല്ലേ. നിനക്കറിയുന്ന ആളാണ് നിത്യ. പോരായിട്ട് മാളുവിന് അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് കഴിയാം. എടാ, ഞാൻ അവളെ ആ ഒരു അർത്ഥത്തിൽ അറിയാം. സിദ്ധാർത്ഥ എഴുന്നേറ്റു. പിന്നെ ശ്രീഹരിയുടെ കയ്യിൽ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ച്. അവളെ ആ ഒരു അർത്ഥത്തിൽ കണ്ടിട്ടില്ല. അവളൊരു ടീച്ചർ, ഞാനൊരു സാധാരണ പെയിന്റർ. സാമ്പത്തികമായിട്ട് അന്തരമുണ്ട്. ഇതൊക്കെയല്ലേ നീ പറയാൻ പോകുന്നത്? അവൾക്ക് നിന്റെ കൂടെ ജീവിക്കണമെന്ന ആഗ്രഹത്തിന് മുന്നിൽ ഈ തടസ്സവാദങ്ങൾ നിസ്സാരമാണ്. നിന്നോട് മനസ്സ് തുറക്കാന്ന് അവൾ സമ്മതിച്ചുകൊണ്ടാ ഇന്ന് ബീച്ചിൽ പോയത്. പക്ഷെ ഒന്നും സംസാരിച്ചില്ലെന്ന് നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത്. ശ്രീഹരി നിസ്സഹായതയോടെ നിൽക്കുകയാണ്. ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി, അധികം വൈകരുതെന്ന് മാത്രം. നീ നോ പറയുകയാണെങ്കിൽ അവൾ വേറെ ആളെ തിരഞ്ഞെടുക്കാൻ നിർബന്ധിക്കും. കാരണം അവളുടെ ഭാവി തുറക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നീ അവൾ ഒന്നിക്കണമെന്നാ എൻ്റെ ആഗ്രഹം. വാ, പോവാം. മറുപടി കാക്കാതെ സിദ്ധാർത്ഥ നടന്നു. പിന്നാലെ കലങ്ങിയ മനസ്സുമായി ശ്രീഹരിയും. അന്ന് രാത്രി അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. വർഷങ്ങളുടെ സൗഹൃദത്തിനിടയിൽ ഒരിക്കൽ പോലും നിത്യയോട് പ്രണയം തോന്നിയിട്ടില്ല. ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ചേർന്നിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു അവളും. തന്നെ പോലെ ഒരു സാധാരണക്കാരനോട് അവൾക്ക് എങ്ങനെ ഇഷ്ടം തോന്നി? അവൻ ആലോചിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല. ഞാനിന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ശ്രീഹരി പറയുന്ന കേട്ട് നിത്യ അവനെ നോക്കി. മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനുള്ളിലായിരുന്നു രണ്ടുപേരും. ശരിയാ, ഞാനും ഇറങ്ങിയിട്ടില്ല. കറണ്ട് പോയപ്പോൾ മുടിഞ്ഞ ചൂട്. അവൾ ഇലച്ചീന്തിൽ നിന്നും ചന്ദനമെടുത്ത് അവനെ നെറ്റിയിൽ വെച്ച് കൊടുത്തു. തമാശിക്കല്ലേ, നിന്നോട് കാര്യം ചോദിക്കാനുണ്ട്. അതാ ഇവിടേക്ക് വരാൻ പറഞ്ഞു. ചോദിച്ചോ? സിദ്ധു പറഞ്ഞൊക്കെ സത്യമാണോ? അവൾ മിണ്ടിയില്ല. എടി, നിനക്ക് വട്ടാ. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ആരെങ്കിലും അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. എല്ലാം പോട്ടെ, നിന്റെ വീട്ടിലറിഞ്ഞാലോ? ഇപ്പം ഏത് പാതിരാതിക്ക് അങ്ങോട്ട് കയറി വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതില്ലാതാവും. ഈ നാട്ടിലാകെയുള്ള സന്തോഷം സ്നേഹമുള്ള കുറച്ച് മനുഷ്യരാണ്. അതിൽ പെട്ടതാ നിന്റെ അച്ഛനും അമ്മയും അമ്മൂമ്മയും എല്ലാം. അവരെ ഉറപ്പിക്കണം. നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടും. എന്നെ പോലത്തെ നിനക്കൊരിക്കലും ചേരില്ലടി. നിന്നെ ഇഷ്ടമില്ലായിട്ടല്ലടി, ഇഷ്ടക്കൂടുതലും ഉണ്ടാ. ശ്രീ, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള മെച്യൂരിറ്റിയൊക്കെ എനിക്കുണ്ട്. സോ ഉപദേശം വേണ്ട. എൻ്റെ കൂടെ ഡ്യൂറ്റ് പാടാൻ നിന്നെ നിർബന്ധിച്ചില്ലല്ലോ. ഇഷ്ടമാണ്. അത് ഇന്നോ നിലയിൽ തുടങ്ങിയതല്ല, ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. നീ എന്നെ സ്വീകരിക്കുന്ന പ്രതീക്ഷിച്ചെന്നല്ല ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഈ അമ്പലത്തിൽ വന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയ പോലെ നിനക്ക് എന്നോട് സ്നേഹം തോന്നണേന്ന്. പിടിച്ചു വാങ്ങാൻ പറ്റില്ലെന്നറിയാം. എന്നാലും അനിയത്തിയുടെ ജീവിതം സുരക്ഷിതമാക്കിയ ശേഷം സ്വന്തം കാര്യം ചിന്തിക്കുമെങ്കിൽ അന്ന് എന്നെ ഒന്ന് പരിഗണിക്കാമോ? നിത്യയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് നിന്നെ ഇഷ്ടപ്പെട്ടു എന്നതിന് 100 കാരണങ്ങൾ എനിക്ക് പറയാൻ പറ്റും ശ്രീ. നിന്റെ സ്ഥാനത്ത് വേറൊരുത്തനെ കാണാൻ എന്നെക്കൊണ്ട് കഴിയില്ല. എന്തു പറയണമെന്നറിയാതെ ശ്രീഹരി കുഴങ്ങി. ഞാൻ പോട്ടെടാ, വൈകി. നീ പേടിക്കണ്ട കേട്ടോ. നിർബന്ധിച്ച് പിടിച്ചു വാങ്ങേണ്ടല്ല സ്നേഹം എനിക്കറിയാം. കണ്ണുനീരോടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിത്യ തിരിഞ്ഞടന്നു. അന്ന് രാത്രി ശ്രീഹരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവനൊരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പ്രണയം എന്നൊരു വികാരം എന്താണെന്നും അറിയില്ല. സിദ്ധാർത്ഥിനെ കാണുന്ന പോലെ തന്നെയാണ് നിത്യയെ കണ്ടിരുന്നു. അവളുടെ മനസ്സിൽ തന്നോട് മറ്റൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനും പ്രയാസം തോന്നി. അതോടൊപ്പം പേരറിയാത്ത എന്തോ ഒരു സന്തോഷവും ഉള്ളിൽ മുളപൊട്ടി. 2 ദിവസത്തിന് ശേഷം മാളവിക തന്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചുപോയി. വീടിന് മുമ്പിലെ കളകൾ പറിച്ചു മാറ്റുന്നതിൽ മുഴുകിയിരിക്കുകയായിരുന്നു ശ്രീഹരി. ഏതോ വാഹനത്തിന്റെ ശബ്ദം കേട്ട് അവൻ തലയുയർത്തി നോക്കി. ഒരു കാറ്. അതിൽ നിന്നൊരു ചെറുപ്പക്കാരനും പിന്നെ ഒരു യുവതിയും ഇറങ്ങി വീടിന് നേരെ വരുന്നുണ്ടായിരുന്നു. ശ്രീഹരി എഴുന്നേറ്റ് പൈപ്പ് തുറന്ന് കൈ കഴുകി. അതെ. ആളെ മനസ്സിലായില്ലെങ്കിൽ ശ്രീഹരി ചിരിയോടെ പറഞ്ഞു. എൻ്റെ പേര് വിനയൻ, ഇതെൻ്റെ വൈഫ് അഞ്ജലി. അങ്ങോട്ടിരിക്കാം. ശ്രീഹരി ക്ഷണിച്ചു. 2 പേരും ഉമ്മർത്ത് കയറിയിരുന്നു. ഞങ്ങളെ ശ്രീഹരിക്ക് മനസ്സിലായിട്ടില്ലെന്നറിയാം. വിനയൻ സൺഗ്ലാസ് ഊരി പോക്കറ്റിലിട്ടു. ഞാൻ അമ്മുവിൻ്റെ എന്ന് വെച്ചാൽ നിങ്ങളുടെ മാളവികയുടെ സ്വന്തം ഏട്ടനാണ്. ഇടിമിന്നലേറ്റ പോലെ ശ്രീഹരി നടുങ്ങി വിറച്ചു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ.